ഗുഡ് ഈവനിങ് മാറ്റിനി ഫ്രീ വെബിനാറിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ അതുപോലെ ഹോളിസ്റ്റിക് ഹെൽത്തിൻ്റെ ദിവസമാണ് ഇന്ന്. സൻസാറിൽ നിന്ന് ചില ചേഞ്ചസ് നമ്മുടെ ലൈഫിനെ, നമ്മുടെ ഹെൽത്തിനെ പൂർണ്ണമായിട്ടും പോസിറ്റീവ് ഡയറക്ഷനിലേക്ക് പോകാൻ സഹായിക്കുന്ന ചില ചേഞ്ചസ് തീർച്ചയായിട്ടും നമുക്ക് കേൾക്കാം. എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. അതോടൊപ്പം സൻസാറിനെയും. സൻസാർ, യു ആർ വെൽക്കം. Okay, thank you, Sabu sir, and good evening all. നമുക്കറിയാം, മാറ്റം നമ്മളാൽ തടുക്കപ്പെടാത്ത ഒരു സാധനമാണ്. എന്തായാലും മാറ്റം വന്നുകൊണ്ടേയിരിക്കും. മാറ്റം തന്നെ നമ്മുടെ ആരോഗ്യത്തിനെ സംബന്ധിച്ചും മാറിക്കൊണ്ടിരിക്കുന്നില്ല. അത് ചിലപ്പോൾ പോസിറ്റീവ് സൈഡിലേക്കും ചിലപ്പോൾ നെഗറ്റീവ് സൈഡിലേക്കും അനാരോഗ്യപരമായ മാറ്റങ്ങൾ. ഇത്തരം മാറ്റങ്ങൾ നമ്മളായിട്ട് വരുത്തിയാൽ എങ്ങനെയിരിക്കും? അത് എത്രത്തോളം, അതാണ് എംബ്രേസിങ് ചേഞ്ച് എന്നുള്ള രീതിയിലാണ് ഞാൻ അതിൽ ഇംഗ്ലീഷിൽ ഹെഡിങ് കൊടുത്തത് തന്നെ. കാരണം നമ്മളതിനെ നമ്മളായിട്ട് മാറ്റം വരുത്തുകയോ അല്ലെങ്കിൽ അങ്ങനെയുള്ള മാറ്റങ്ങളെ നമ്മൾ എംബ്രേസ് ചെയ്യുകയോ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് ഒത്തിരി ബെനിഫിറ്റ് ഉണ്ട് എന്നുള്ളതാണ് ഇന്ന് പറയാൻ ഉദ്ദേശിക്കുന്നത്. അത് തന്നെ നമുക്ക് ആ പോസിറ്റീവ് സൈഡിലേക്ക് എങ്ങനെ കൊണ്ടുപോകാം നമ്മുടെ ആരോഗ്യത്തിനെ, അതിനു വേണ്ടിയിട്ടുള്ള പ്രധാനപ്പെട്ട 7 ചുവടുവെപ്പുകളാണ് ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. സോ ഞാനിപ്പോ സ്ക്രീൻ ഷെയർ ചെയ്യാം. ഓക്കെ, കാണാം. ഓക്കെ, സോ ആരോഗ്യത്തിന് വേണ്ടതായ 7 പ്രധാനപ്പെട്ട ചുവടുവെപ്പുകൾ എന്താണെന്നും അതുപോലെ തന്നെ എംബ്രേസ് ചെയ്യുമ്പോൾ, നമുക്ക് ആ മാറ്റങ്ങളെ എംബ്രേസ് ചെയ്യാൻ കഴിയുമ്പോൾ നമുക്കുണ്ടാവുന്ന മാറ്റങ്ങൾ എന്താണെന്നും ഉള്ളതാണ് ഇന്നത്തെ പ്രധാന ടോപ്പിക്. സോ എന്തുകൊണ്ടാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ചേഞ്ചസ് ഉള്ളത്? പല സീസണുകൾ മാറി വരുന്നുണ്ട്. ഇതൊക്കെ ആരെങ്കിലും പറഞ്ഞിട്ടാണോ? അല്ല. എന്നിട്ടും ഇത്തരം സീസണുകളൊക്കെ മാറി വരുമ്പോൾ നമ്മൾ അതിന്റെ കൂടെ അങ്ങനെ പോവുകയാണ് ചെയ്യുന്നത്. പലപ്പോഴും നമ്മൾ എൻജോയ് ചെയ്യാൻ സീസൺ മാറിയിട്ട് വരെ ഒരുപക്ഷെ ഇവിടുന്ന് ശ്രീനഗറിലേക്കോ അല്ലെങ്കിൽ മറ്റു സ്ഥലങ്ങളിലേക്ക് വരെ പോകുന്ന ഒരു സിറ്റുവേഷനിലേക്കാണ് എത്തുന്നത്. എന്നാൽ ചില മാറ്റങ്ങളൊക്കെ നമുക്കൊരു പക്ഷെ വളരെ അരുചികരമായി തോന്നുന്നവ. കോവിഡ് അത്തരം ഒരു പ്രതിഭാസമാണ് നമ്മുടെ ഉള്ളിലേക്ക് എത്തിച്ചത്, അല്ലെങ്കിൽ നമ്മുടെ ലോകത്തേക്ക് എത്തിച്ചത്. ഫുൾ ലോകം തന്നെ ലോക്ക്ഡൗൺ ആയി. ഏതാണ്ട് എയർപോർട്ട് അനങ്ങുന്നില്ല, റെയിൽവേ സ്റ്റേഷൻ അനങ്ങുന്നില്ല, പുറത്താരും ഇറങ്ങിക്കൂടാ. പെട്ടെന്ന് തന്നെ എല്ലാം ആ ഒരു രീതിയിലേക്ക്, ഒരു സ്തംഭനാവസ്ഥയിലേക്ക് എത്തിക്കാൻ ഒരുപക്ഷെ ആ വൈറസിനും നമുക്ക് തന്നെയും കഴിഞ്ഞു. നമ്മുടെ ഗവൺമെന്റ് അങ്ങനെ ഒരു തീരുമാനം എടുത്തപ്പോഴേക്കും നമ്മളും അത് ആവശ്യമാണെന്ന് മനസ്സിലാക്കി അതിനൊത്ത് പ്രവർത്തിച്ചു. അവിടെ ആദ്യമൊക്കെ ഇതിനെ റെസിസ്റ്റ് ചെയ്ത ആൾക്കാരുടെ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കൂ. അവരെ എങ്ങനെയെങ്കിലുമൊക്കെ പോലീസുകാരെ പറ്റിച്ചിട്ടൊക്കെ പുറത്തിറങ്ങാൻ ശ്രമിച്ചു. പക്ഷെ അവരെ പല രീതിയിൽ അവർക്ക് തന്നെ സ്ട്രെസ് ഉണ്ടാക്കുന്ന ഒരു ലെവലിലേക്കാണ് പോയത്. എന്നാൽ അതിനെ എംബ്രേസ് ചെയ്തിട്ട് ഇതിനെ എൻജോയ് ചെയ്യാൻ തുടങ്ങിയ ആൾക്കാരും ഉണ്ട്. സ്ലോലി എല്ലാവരും അതിനെ ആക്സെപ്റ്റ് ചെയ്യുന്ന കണ്ടീഷനിലേക്ക് എത്തി. സോ എന്തുകൊണ്ടാണ് ലോകത്ത് ചേഞ്ച് ഉള്ളത് എന്ന് സാധാരണ ആരും ചോദിക്കാത്തൊരു ചോദ്യമാണ്. കാരണം അതുണ്ട്. എന്നാൽ ആ ചേഞ്ചസ് നമ്മുടെ ലൈഫിലേക്ക് എങ്ങനെ കൊണ്ടുവരും? അതിന് പക്ഷേ നമ്മുടെ തലച്ചോറ് തന്നെയാണ് എതിരാളിയായിട്ടുള്ളത്. നമ്മുടെ ബ്രെയിൻ സാധാരണഗതിയിൽ ഒരു ഫെമിലിയാരിറ്റി, അല്ലെങ്കിൽ എപ്പോഴും നമുക്ക് കാണാൻ ഇഷ്ടപ്പെടുന്ന, അല്ലെങ്കിൽ നമ്മൾ എങ്ങനെയാണോ മുമ്പ് പോയിക്കൊണ്ടിരിക്കുന്നത് അതുപോലെ പോകാൻ ഇഷ്ടപ്പെടുന്ന ഒരു ആളാണ്. ഉദാഹരണത്തിന്, ജയിലിൽ കഴിഞ്ഞ ഒരു 20 വർഷമായിട്ട് താമസിച്ച ഒരാൾ, അയാൾ പുറത്തെ ക്ലൈമറ്റിലേക്ക് പെട്ടെന്ന് വന്നു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ആ സ്വാതന്ത്ര്യത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ അയാൾക്ക് ഒരുപക്ഷെ അത് അസഹനീയമാവുകയും തിരിച്ച് ഞാൻ ജയിലിലേക്ക് എങ്ങനെ എത്തും എന്നുള്ളതിനെ പറ്റി ചിന്തിച്ചു തുടങ്ങുകയും ചെയ്യും. അങ്ങനെ ഒരു ഫെമിലിയാരിറ്റിയും റൂട്ടീനും നമ്മുടെ ബ്രെയിനിൽ ഓൾറെഡി ഇമ്പോസ് ചെയ്ത് വെച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ നമ്മൾ അതുമായിട്ട് താതാത്മ്യം പ്രാപിച്ചു വന്നിട്ടുണ്ട്. അത് എന്തിനാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഒരു സ്റ്റെബിലിറ്റി ഉണ്ടാവും, നമുക്ക് പല കാര്യങ്ങളും പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റും. ആൻഡ് അത് രണ്ടും നമുക്കൊരു സേഫ്റ്റി, ഒരു സെക്യൂരിറ്റി തരുന്നുണ്ട്. ഇത് ജസ്റ്റ് ജയിലിലെ കാര്യം മാത്രമല്ല, പുറത്താണെങ്കിലും ഇതേ ഒരു സിറ്റുവേഷൻ തന്നെയാണ് നടക്കുന്നത്, അല്ലെ? സാധാരണ സ്കൂളിൽ പോയിക്കൊണ്ടിരുന്ന ഒരു കുട്ടി അതിൽ നിന്ന് മാറിയിട്ട് കോളേജിലേക്ക് പോവുകയാണെങ്കിൽ അവിടെ മാറ്റങ്ങൾ സംഭവിക്കേണ്ടിയിരിക്കുന്നുണ്ട്.
പക്ഷെ കുട്ടിക്ക് അത് പലപ്പോഴും ഇഷ്ടപ്പെടില്ല. അപ്പൊ അവൻ കോളേജ് ബസ് ഉണ്ടോ അത്തരം കോളേജിലേക്ക് പോകുന്ന ഒരു ശ്രമം നടത്തും അങ്ങനെയുള്ള, അല്ലെ? അതുപോലെ തന്നെ ഇത്തരം ഒരു മാറ്റത്തിലേക്ക് നമ്മൾ പോകുമ്പോൾ സാധാരണഗതിയിൽ നമ്മുടെ തലച്ചോർ അതിനെ ഒരു ത്രെട്ട് അല്ലെങ്കിൽ ഒരു ഭീഷണിയായിട്ടാണ് കണക്കാക്കുന്നത്. നേരത്തെ പറഞ്ഞ സേഫ്റ്റി സെക്യൂരിറ്റി ഇല്ലാത്തത് കൊണ്ട് തന്നെ അത്തരം ഭീഷണികളെ നമ്മൾ ശരിയായ രീതിയിൽ ഫേസ് ചെയ്യുന്നില്ല എന്ന് മാത്രമല്ല, അതുകൊണ്ട് തന്നെ നമ്മുടെ ഉള്ളിൽ ഒരു ഡിസ്കംഫർട്ട് അല്ലെങ്കിൽ ഒരു ഒരു പേടി ഒക്കെ ഉണ്ടാവാനുള്ള സാധ്യതയും കൂടുന്നുണ്ട്. സോ ഇത്തരം ഒരു മാറ്റങ്ങൾ നമ്മളത് നമ്മുടെ നിത്യജീവിതത്തിൽ ഒന്ന് ചെക്ക് ചെയ്യാം. സാധാരണഗതിയിൽ ഒരാള് നടക്കാൻ പോകുന്ന ഒരാള് അയാൾക്ക് ദിവസവും പോകുന്ന ഒരു റൂട്ട് ഉണ്ടാവും, അല്ലെ? എല്ലാ ദിവസവും ആ ഒരു റൂട്ടിൽ തന്നെ ആയിരിക്കും പോകുന്നത്. ഒന്ന് മാറിയിട്ട് പോയി നമുക്ക് അവിടെ പലതരത്തിലുള്ള എൻജോയ്മെന്റ് കിട്ടുന്നുണ്ടാവും. എല്ലാ ദിവസവും മാറിയിട്ട് വീണ്ടും ഒരു റിസ്ക് ഫാക്ടറിലേക്ക് പോകണം എന്നല്ല ഞാൻ ഉദ്ദേശിച്ചത്. പക്ഷെ ആ റൂട്ടീൻ ഒന്ന് മാറിക്കഴിഞ്ഞാൽ, നമ്മൾ ദിവസവും പോകുന്ന റൂട്ട് ഒന്ന് മാറ്റി വേറൊരു റൂട്ടിലേക്ക് പോയി കഴിഞ്ഞാൽ അത് നമ്മളെ സംബന്ധിച്ച് ഒരു മാറ്റം ആക്സെപ്റ്റ് ചെയ്യുന്നതിന് കാരണം. നമ്മൾ ദിവസവും ഒരുപക്ഷെ വീട്ടിൽ കുക്ക് ചെയ്യുന്ന ആരായാലും ആ കുക്ക് ചെയ്യുന്ന പാത്രങ്ങൾ അല്ലെങ്കിൽ കുക്ക് ചെയ്യാൻ ആദ്യം ഉണ്ടാക്കുന്ന ഗ്യാസ് സ്റ്റൗ ഇങ്ങനെ തുടങ്ങിയിട്ട് പല കാര്യങ്ങളിലും നമ്മൾ ഫോളോ ചെയ്യുന്ന ഒരേ ഒരു പാറ്റേൺ ഉണ്ടാവും. എന്തിന് കുളിക്കുമ്പോൾ നമ്മൾ സോപ്പ് തേക്കാൻ വേണ്ടിയിട്ട് സോപ്പ് എടുക്കുമ്പോൾ അത് ആദ്യം അപ്ലൈ ചെയ്യുന്ന ഏരിയ പോലും ഒരു പാറ്റേണിലായിരിക്കും. ഇത് നമ്മൾ അറിയാതെ, നമ്മൾ ബോധപൂർവം അല്ലാതെ തന്നെ ഫോളോ ചെയ്യുന്ന ഒരു കാര്യമാണ്. അങ്ങനെയാണെങ്കിൽ നമ്മൾ എങ്ങനെ മാറും പെട്ടെന്ന്, അല്ലെ? മാറാൻ ഭയങ്കര ബുദ്ധിമുട്ടല്ലേ? എന്നാൽ ജസ്റ്റ് ഒന്ന് ചിന്തിച്ചു നോക്കൂ. ഇവിടെ ഞാൻ എൻ്റെ ഒരു സ്റ്റോറി പറയാം. ഇത് ആരോഗ്യമായിട്ട് ബന്ധപ്പെട്ടിട്ടല്ല. ഞാൻ മുമ്പ് 92-94 പ്രീ ഡിഗ്രി പാസ്സായ സമയത്ത് എനിക്ക് ആയുർവേദ കോളേജിൽ സെലക്ഷൻ കിട്ടുകയും ഞാൻ ഏതാണ്ട് ഒരു വർഷത്തോളം അവിടെ പഠിക്കുകയും ചെയ്തു. ഈ പഠനത്തിന്റെ ഇടയിൽ തന്നെ പലതരത്തിലുള്ള ടെസ്റ്റുകൾ എഴുതിയിട്ടുണ്ടായിരുന്നു. അപ്പൊ ആ ഒരു സമയത്താണ് എനിക്ക് ആസ് എ മെഡിക്കൽ സ്റ്റുഡന്റ് എന്നുള്ള കാറ്റഗറിയിൽ നിന്ന് മാറിയിട്ട് ഒരുപക്ഷെ ഒരു ജോലി സാധ്യത നോക്കി ഞാൻ ഇന്ത്യൻ എയർഫോഴ്സിൽ ജോയിൻ ചെയ്തത്. അവിടെ കമ്മ്യൂണിക്കേഷൻ സെക്ടർ ആയിരുന്നു ഞാൻ ആദ്യം പഠിച്ചത്. ആയുർവേദ കോളേജിലെ ഡോക്ടർ ആവാൻ വേണ്ടിയിട്ടുള്ള ഒരു പഠനമായിരുന്നു. 1.5 വർഷത്തിന് ശേഷം ഞാൻ ഇവിടെ എയർഫോഴ്സിൽ ജോയിൻ ചെയ്ത സമയത്ത് കംപ്ലീറ്റ് സെനാരിയോ മാറി. ഞാൻ നേരത്തെ ഡിസിപ്ലിൻ ഒന്നും അധികമായിട്ട് ഇല്ലാത്ത അല്ലെങ്കിൽ സ്റ്റുഡിയസ് ആയിട്ടുള്ള ഒരു കാറ്റഗറി സ്റ്റുഡന്റിൽ നിന്ന് മാറി ഒരു എയർഫോഴ്സിന് അല്ലെങ്കിൽ ഒരു ആംഡ് ഫോഴ്സിന് യോജിച്ച രീതിയിലുള്ള ഒരു സോൾജിയർ അല്ലെങ്കിൽ ഒരു പട്ടാളക്കാരനായി മാറുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്ര എളുപ്പമാണോ? ഇതിനു വേണ്ടിയിട്ട് പല രീതിയിലുള്ള ആക്ഷൻസ് അല്ലെങ്കിൽ പല രീതിയിലുള്ള ഒരു ഒരു ഷെഡ്യൂളിനുള്ളിലൂടെ നമ്മൾ പോകേണ്ടിയിരിക്കുന്നുണ്ട്, അല്ലെ? ഇത്തരം ഷെഡ്യൂളിനെ ആക്സെപ്റ്റ് ചെയ്തിട്ട് ഞാൻ അതിന്റെ 2 വർഷത്തെ ട്രെയിനിങ് സക്സസ്ഫുള്ളി പാസ് ഔട്ട് ആയി. പിന്നീട് ഡിഫൻസിലുണ്ടായിരുന്നു, കുറച്ചു കാലം വർക്ക് ചെയ്തു. എന്നാൽ എൻ്റെ കൂടെ ഉണ്ടായിരുന്ന ഏതാണ്ട് 250ഓളം പേര് ഒരുമിച്ചാണ് ആ ട്രെയിനിങ് സെന്ററിൽ ഉണ്ടായിരുന്നത് ബാംഗ്ലൂർ. പക്ഷെ 250 പേരും ഇതുപോലെ തന്നെ കംപ്ലീറ്റ് സക്സസ്ഫുള്ളി ആ ഒരു ട്രെയിനിങ് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടാവുമോ? ഇല്ല. അവിടെ റെസിസ്റ്റൻസ് ഉണ്ടായിരുന്ന കുറച്ചു പേരുണ്ടായിരുന്നു. അവർ ആ റെസിസ്റ്റൻസിന് വഴങ്ങി ആ ട്രെയിനിങ് പീരീഡ് കംപ്ലീറ്റ് ചെയ്യാതെ അവിടുന്ന് പുറത്തേക്ക് പോയി. സോ ദർ ആർ 2 ഓപ്ഷൻസ്. ഒന്ന്, വേണമെങ്കിൽ നമുക്ക് ആ ഒരു ചേഞ്ചിനെ ആക്സെപ്റ്റ് ചെയ്യാം, അത് നമ്മുടെ നല്ലതിനാണെന്നുള്ളത് മനസ്സിലാക്കാം, എന്നിട്ട് അതിന്റെ ഒന്നിച്ച് മുന്നോട്ട് പോവാം. അതല്ലെങ്കിൽ അതിനെ റെസിസ്റ്റ് ചെയ്തിട്ട് എന്താണോ കൂടുതൽ നല്ലതെന്ന് മനസ്സിലാക്കുന്നത് അതിലേക്ക് പോയി എഗെയിൻ അവിടെയും ഒരു മാറ്റം ആവശ്യമാണ്. പഴയതിലേക്ക് ഒരു സ്ഥലത്ത് നിന്ന് വിട്ടിട്ട് വീണ്ടും അതേ സ്ഥലത്ത് തിരിച്ചെത്തുക എന്ന് പറയുന്നത് പൊതുവെ ഒരു മാറ്റത്തിനെ സംബന്ധിച്ച് പോസിബിൾ അല്ല. സോ നമ്മൾ വീണ്ടും അവിടെ കൂടുതൽ ബെറ്റർ ആയിട്ടുള്ള രീതിയിലേക്ക് മാറാൻ റെഡി ആവേണ്ടതുണ്ട്. സോ ഇവിടെ എന്ത് ചെയ്യണം? സാധാരണഗതിയിൽ പല സ്ഥലത്തും നിങ്ങൾ ഈ ഒരു ഇമേജ് കണ്ടിട്ടുണ്ടാവും. ആരൊക്കെയാണ് മാറാൻ ആഗ്രഹിക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ, ആരൊക്കെയാണ് മാറ്റം ആഗ്രഹിക്കുന്നത് എന്ന് ചോദിക്കുമ്പോൾ തീർച്ചയായിട്ടും എല്ലാവരുടെയും കൈ പൊങ്ങുന്നുണ്ടാവും, അല്ലെ? എന്നാൽ ആരൊക്കെയാണ് മാറാൻ ആഗ്രഹിക്കുന്നത് എന്ന് ചോദിക്കുമ്പോൾ സാധാരണഗതിയിൽ ആരും കാണാറില്ല. ആരാണ് മാറ്റം ആഗ്രഹിക്കുന്നത്? എല്ലാവരും ഉണ്ട്. ആൻഡ് ദാറ്റ് ഈസ് ട്രൂ. പക്ഷെ നമ്മൾ മാറാതെ നമ്മുടെ എൻവയോൺമെന്റ് മാറുമോ? അതിന് സാധ്യത വളരെ കുറവാണ്. അതാണ് മനസ്സിലാക്കാനുള്ള ഒരു പ്രധാന കാര്യം. ഇവിടെ നമുക്ക്
നമ്മുടെ ആരോഗ്യത്തിന് വേണ്ടിയിട്ട് എങ്ങനെയൊക്കെ മാറാം, ആ ഒരു ചുവടുവെപ്പുകളിലേക്കാണ് ഇനി ഞാൻ പോകുന്നത്. 7 പോയിന്റുകളേ ഉള്ളൂ. ഈ ഒരു 7 പോയിന്റുകൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ലൈഫിനെ വലിയ രീതിയിൽ ട്രാൻസ്ഫോം ചെയ്യാൻ കഴിവുള്ള പോയിന്റുകളാണ്. സാധാരണഗതിയിൽ നമുക്ക് അറിയാം പല രീതിയിലുള്ള മാറ്റങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവും. അത് ഒരുപക്ഷെ സ്ട്രെസ് റിലേറ്റഡ് ആവാം, അല്ലെങ്കിൽ ചിലപ്പോൾ ഉറക്കം കുറഞ്ഞ രാത്രികളാവാം, അല്ലെങ്കിൽ ചിലപ്പോൾ ഭക്ഷണത്തിന്റെ അഭാവം, ചില രോഗങ്ങൾ, അതല്ലെങ്കിൽ രോഗത്തിൽ നിന്നുള്ള തിരിച്ചു വരവ്, ഇങ്ങനെ തുടങ്ങിയിട്ട് പ്രായം കൂടുന്നതടക്കമുള്ള എല്ലാ കാര്യങ്ങളും നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ കണ്ടിന്യൂസ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കും. ഇതിനെ നമ്മൾ പൂർണ്ണമായിട്ടും റെസിസ്റ്റ് ചെയ്ത് അതിനെ സമ്മതിക്കാതിരുന്നു കഴിഞ്ഞാൽ, മീൻസ് അതിന് വഴങ്ങിക്കൊടുക്കാതിരുന്നു കഴിഞ്ഞാൽ, ഒരു പക്ഷേ നമ്മൾ ഈ സീസൺ, അല്ലെങ്കിൽ നേരത്തെ ഞാൻ പറഞ്ഞില്ലേ പലതരത്തിലുള്ള ക്ലൈമാറ്റിക് ചേഞ്ചസും ഉണ്ട്, അതിന്റെ ഒന്നിച്ച് തന്നെ പല സീസണുകളും ഉണ്ട്, ഋതുക്കള്. ഈ ഋതുക്കളൊക്കെ മാറി വരുന്ന സമയത്ത് നമ്മൾ അതിനെ എതിർത്ത് കഴിഞ്ഞാൽ എങ്ങനെ ഉണ്ടാവും? ആക്സെപ്റ്റ് റിയാലിറ്റി. എന്താണോ യാഥാർത്ഥ്യം, എന്താണോ നടക്കുന്നത്, അതിനെ അതുപോലെ തന്നെ ആക്സെപ്റ്റ് ചെയ്യുക എന്ന് പറയുന്നത് വളരെ അത്യാവശ്യമാണ്. അങ്ങനെയാണെങ്കിൽ മാത്രമേ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റൂ. എന്തുകൊണ്ടാണ് ശരിക്കും റെസിസ്റ്റൻസ് നടക്കുന്നത്? ബിക്കോസ് ചേഞ്ച് ഉണ്ട്. ചേഞ്ച് ഉള്ളത് കൊണ്ട് നമ്മൾ റെസിസ്റ്റ് ചെയ്യും. പക്ഷെ ഈ റെസിസ്റ്റൻസ് കൊണ്ട് തന്നെ അത് നമ്മുടെ കംഫർട്ട് സോണിനെ ഒന്നുകൂടി ഇല്ലാതാക്കുകയാണ് ചെയ്യുന്നത്. നമ്മൾ അതിനെ പെട്ടെന്ന് ആക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഒരുപക്ഷെ നമുക്ക് കംഫർട്ട് സോൺ പെട്ടെന്ന് കിട്ടും. ഓക്കെ, ചേഞ്ച് ഈ കംഫർട്ട് സോണിനെ ഇല്ലാതാക്കും എന്നുള്ളത് ശരിയാണ്. പക്ഷെ അതിന്റെ ഒന്നിച്ച് തന്നെ ചേഞ്ചിനെ നമ്മൾ റെസിസ്റ്റ് ചെയ്യുമ്പോൾ, നമ്മൾ അതിനെ എതിർക്കുമ്പോഴും കംഫർട്ട് തീർത്തും ഇല്ലാതാവുകയാണ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ചേഞ്ച് നമ്മുടെ സ്റ്റാറ്റസ്, നമ്മൾ എങ്ങനെയാണോ മുന്നോട്ട് പോകുന്നത് അതിനെ ഒരുപക്ഷെ ചലഞ്ച് ചെയ്തേക്കാം. പലതരത്തിലുള്ള അൺസർട്ടനിറ്റീസ്, സെക്യൂരിറ്റി ഇല്ലായ്മ ഒക്കെ ഉണ്ടാവും, സേഫ്റ്റി സെക്യൂരിറ്റി ഇല്ലായ്മ ഒക്കെ ഉണ്ടാവും. അതുപോലെ തന്നെ ഒരു പക്ഷേ നമുക്ക് പേടിയുണ്ടാവും നമ്മൾ തോറ്റുപോയാലോ എന്ന്. മറ്റ് പഴയ എക്സ്പീരിയൻസുകളും ഒക്കെ നമുക്ക് ഈ ചേഞ്ചിനെ എതിർക്കാൻ വേണ്ടിയിട്ട് ഒരു പക്ഷേ ഒരു കാരണമാവുന്നുണ്ടാവും. പക്ഷെ ഇത്തരം കാരണങ്ങളിലൂടെ നമ്മൾ പോകുമ്പോഴും നമ്മൾ ആ റെസിസ്റ്റൻസിനെ പോകാൻ അനുവദിച്ചു കഴിഞ്ഞാൽ, റെസിസ്റ്റൻസ് ഉണ്ടാവും, പക്ഷെ അതിനെ പോകാൻ അനുവദിച്ചു കഴിഞ്ഞാൽ അത് നമ്മളെ സംബന്ധിച്ച് വലിയ രീതിയിൽ ഹെൽപ്പ് ചെയ്യും. അതിന് നമ്മൾ വേണ്ടത് ഒരുപക്ഷെ റീസിലിയൻസ് ബിൽഡ് ചെയ്യുക എന്നുള്ളതാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരു പ്രോബ്ലം വന്നു കഴിഞ്ഞാൽ, ഒരു ചലഞ്ച് വന്നു കഴിഞ്ഞാൽ അതിൽ നിന്ന് ക്വിക്ക്ലി തിരിച്ചു വരാനുള്ള ഒരു കഴിവാണ്. അത് ഏതൊക്കെ രീതിയിലാണ്, നമ്മൾ ഇഷ്ടപ്പെടാത്ത ഒരു മാറ്റമാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ അതിൽ നിന്ന് റിക്കവർ ചെയ്തേ പറ്റൂ. അതിനു വേണ്ടിയിട്ട് പല എക്സ്പെക്ടേഷൻസ് കറക്റ്റ് ലെവലിലേക്ക് കൊണ്ടുവരിക, അതുപോലെ തന്നെ നമ്മൾ അതുമായിട്ട് അഡാപ്റ്റ് ചെയ്യാൻ റെഡി ആവുക, എന്തൊക്കെയാണോ നമ്മുടെ കൺട്രോളിലുള്ളത് അതിനെപ്പറ്റി മനസ്സിലാക്കുക, അതുപോലെ തന്നെ നമ്മളോട് സംസാരിക്കുന്ന രീതി, സെൽഫ് ടോക്ക്, അത് കുറച്ചുകൂടി ബെറ്റർ ആക്കുക. ഇതൊക്കെ അതിനു വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്ന കാര്യമാണ്. സോ നമ്മളെ ഇത് ബെറ്റർ രീതിയിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് പ്രധാനമായിട്ട് ആവശ്യമുള്ള ഒരു കാര്യം എന്താണ്? ആക്സെപ്റ്റ് റിയാലിറ്റി. എന്താണോ ഉള്ളത് അത് ഉണ്ട്, അതിനെ ഇല്ല എന്ന് നമ്മൾ പറഞ്ഞിട്ട് പ്രത്യേകിച്ച് ഗുണമൊന്നും ഉണ്ടാവില്ല. അതിന്റെ ഒന്നിച്ച് മുന്നോട്ട് എങ്ങനെ പോകും എന്നുള്ളത് മനസ്സിലാക്കുക. പോയിന്റ് നമ്പർ 2, സെറ്റ് സ്മോൾ ഗോൾസ്. ചെറുതാണെങ്കിലും അത് അച്ചീവബിൾ ആണെങ്കിൽ, അത് നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുന്നതാണെങ്കിൽ, നമുക്ക് നേടിയെടുക്കാൻ പറ്റുന്നതാണെങ്കിൽ അത് നമ്മുടെ കോൺഫിഡൻസ് ബിൽഡപ്പ് ചെയ്യും. ചെറിയ ചെറിയ സ്റ്റെപ്സ്. ഇന്ന് വരെ ഒരു വലിയ എക്സസൈസ് പാറ്റേണിലേക്കൊന്നും പോകാത്ത ഒരാളാണെങ്കിൽ തീർച്ചയായിട്ടും ഒരു 15 മിനിറ്റ് നടക്കാൻ തുടങ്ങാം. അല്ലെങ്കിൽ ഒരു ഉറക്കം വളരെ ഡിസ്റ്റർബ്ഡ് ആയിട്ട് ഉറക്കമുള്ള ഒരാള് ഒരുപക്ഷെ അരമണിക്കൂർ നേരത്തെ ഉറങ്ങും എന്ന് തീരുമാനിക്കുക. അതിന് ഒരു പക്ഷേ നമ്മൾ ചെയ്യേണ്ടിയിരിക്കുന്നത് നമ്മുടെ വർക്ക് ഒന്ന് മാനേജ് ചെയ്യായിരിക്കും, അല്ലെങ്കിൽ നമ്മുടെ സിസ്റ്റം അല്ലെങ്കിൽ മൊബൈൽ പോലെയുള്ള ഇൻസ്ട്രുമെന്റ്സ് ഒന്ന് മാറ്റി വയ്ക്കായിരിക്കും. ഒരു അരമണിക്കൂർ നേരത്തെ അതിനെ മാറ്റി വയ്ക്കുക. അതുപോലെ തന്നെ ഒരുപക്ഷെ ഭക്ഷണം നല്ലതാക്കാൻ ഒരു ചെറിയ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഇന്ന് ഒരു ഷുഗറി ഡ്രിങ്കിന്റെ അളവ് കുറക്കുക, അല്ലെങ്കിൽ ഒരു വെജിറ്റബിൾ എന്റെ ഭക്ഷണത്തിൽ ഞാൻ കൂട്ടുക. ഇത്തരം കാര്യങ്ങളൊക്കെ തീർച്ചയായിട്ടും കോൺഷ്യസ്ലി നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. ഇതൊക്കെ ചെറിയ ചെറിയ ഗോൾസ് ആണ്, പക്ഷെ ഇത് ചെയ്യുമ്പോൾ അങ്ങനെയാണ് നമുക്ക് വലിയൊരു നേട്ടത്തിലേക്ക് എത്താൻ പറ്റുക. സ്മോൾ ബട്ട് അച്ചീവബിൾ, അത് തീർച്ചയായിട്ടും നമുക്ക് കൗണ്ട് ചെയ്യും. തേർഡ് പോയിന്റ്, പ്രോഗ്രസ് നോട്ട് പെർഫെക്ഷൻ.
നമ്മൾ എന്താണോ ചെയ്യുന്നത് അതിൽ പെർഫെക്റ്റ് ആവുക എന്നുള്ളതിനേക്കാൾ കൂടുതൽ നമ്മൾ അതിൽ കണ്ടിന്യൂസ്ലി മുന്നോട്ട് പോവുക എന്നുള്ളതായിരിക്കും ഒരു നല്ലത്. പ്രോഗ്രസ് ചെയ്യുന്നുണ്ടോ? ഇന്നലെ ഞാൻ 5 പുഷപ്പ് എടുത്തു, ഇന്ന് എനിക്ക് 6 പുഷപ്പ് എടുക്കാൻ പറ്റുന്നുണ്ടോ? അല്ലെങ്കിൽ ഒരാഴ്ച കഴിഞ്ഞിട്ട് 6 പുഷപ്പ് എടുക്കാൻ പറ്റുന്നുണ്ടോ എന്നുള്ള രീതിയിലാണ് അതിനെപ്പറ്റി ചിന്തിക്കേണ്ടത്. കൺസിസ്റ്റൻസി ഈസ് ഗ്രേറ്റർ ദാൻ ഇന്റൻസിറ്റി. നമ്മൾ എത്ര ഇന്റൻസിറ്റി അവിടെ വർക്കൗട്ട് ചെയ്യുന്നു, അല്ലെങ്കിൽ അത് വർക്കൗട്ടിനെ പറ്റി മാത്രമല്ല, ഇപ്പം ഭക്ഷണത്തിന്റെ കാര്യത്തിൽ എടുത്തോളൂ. നമ്മൾ ഒരു ദിവസം വളരെ ബെസ്റ്റ് ഓഫ് ദ ബെസ്റ്റ് ഭക്ഷണങ്ങൾ നമ്മുടെ ഡൈനിങ് ടേബിളിൽ എത്തിച്ചു. അതിനുശേഷം നമ്മൾ എല്ലാ ദിവസവും വളരെ മോശം അല്ലെങ്കിൽ വളരെ ഡെയിലി റെസ്റ്റോറന്റ് ഫുഡിലേക്കോ അല്ലെങ്കിൽ പാക്ഡ് ആൻഡ് പ്രോസസ്ഡ് ഫുഡിലേക്കോ പോവുകയാണെങ്കിൽ അത് നമ്മളെ സംബന്ധിച്ച് വളരെ മോശമാണ്. ഇന്റൻസിറ്റി അവിടെയുണ്ട്. പക്ഷേ നമ്മൾ ഡെയിലി നമ്മുടെ ഒരു നേരത്തെ ഭക്ഷണം നമ്മുടെ ഫാമിലിയോടൊത്ത് അരമണിക്കൂർ സമയം എടുത്തിട്ട് ഒരു 20 പ്രാവശ്യമെങ്കിലും ഓരോ ഉരുളയും ചവച്ചുകൊണ്ട് വളരെ പ്രാക്ടിക്കലി ആയിട്ട് തന്നെ നല്ലതാക്കാൻ, അല്ലെങ്കിൽ വീട്ടിലത്തെ തന്നെ ഭക്ഷണം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള രീതിയിലൊക്കെ അറ്റ്ലീസ്റ്റ് 1 ടൈം അങ്ങനെ ഒരു മാറ്റം കൊണ്ടുവരാൻ പറ്റുകയാണെങ്കിൽ അത് വളരെ നന്നാവും. അത് ഡെയിലി ബേസിസിൽ നടക്കുന്ന ഒരു കാര്യമാണ്. അവിടെ കൺസിസ്റ്റൻസി ആണ് വളരെ ഇമ്പോർട്ടൻറ്റ്. ആൻഡ് അത്തരം കൺസിസ്റ്റൻസി കൊണ്ട് മേ ബി ഒരാഴ്ച നമ്മൾ അങ്ങനെ ഒരു പ്ലാൻ ചെയ്തതിന് ശേഷം, ഓക്കെ, ഇതുവരെ ഡെയിലി പുറത്തു നിന്ന് ഭക്ഷണം കഴിക്കുന്ന ഒരാളെ സംബന്ധിച്ച് അയാള് ഒരാഴ്ചക്ക് ശേഷം ഒരു ദിവസം പുറത്തു നിന്ന് ഭക്ഷണം കഴിക്കുകയാണ്. അവിടെ ഒരു സെലിബ്രേഷൻ മൈൻഡും വേണമെങ്കിൽ ചിന്തിക്കാം. ഓക്കെ, അതർവൈസ് ഇവിടെ ഇത്തരം ചെറിയ ചെറിയ വിജയങ്ങൾ നമ്മൾ ആഘോഷിക്കുകയും വേണം. നമ്മുടെ മനസ്സ് അതിനു വേണ്ടിയിട്ട് ഉള്ളതാണ്. അപ്പോഴാണ് നമ്മൾ നേരത്തെ പറഞ്ഞ റെസിസ്റ്റൻസ് ഇല്ലാതിരിക്കുക. നമ്മൾ എന്ത് ചെയ്യുന്നുണ്ടോ അത് ബെറ്റർ ആവാൻ വേണ്ടിയിട്ട്, അതിൽ നിന്ന് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഔട്ട്പുട്ട് എടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് അവിടെ സാധിക്കും. എഡ്യൂക്കേറ്റ് യുവർ സെൽഫ്, ഫോർത്ത് പോയിന്റ്. ബിക്കോസ് നമ്മളെ എങ്ങനെയാണോ നമ്മളെ എഡ്യൂക്കേറ്റ് ചെയ്യുന്നത് അതിനനുസരിച്ച് നമ്മുടെ കോൺഫിഡൻസ് ബിൽഡപ്പ് ചെയ്യും. ഒന്ന് ചിന്തിച്ചു നോക്കൂ, നമ്മള് ഇന്ന് വരെ ചെയ്തുകൊണ്ടിരുന്ന പല കാര്യങ്ങളും തെറ്റാണ് എന്നുള്ള രീതിയിൽ പലതരത്തിലുള്ള യൂട്യൂബുകളും പറയുന്നുണ്ട്. എന്നാൽ അതിന്റെ ഒന്നിച്ച് തന്നെ നമ്മൾ അതിന്റെ സയൻസ് കൂടി മനസ്സിലാക്കിയിട്ട് അവിടെ നോളജ് ബേസ്ഡ് ഓൺ സയൻസ് ആണെങ്കിൽ അത് പ്യുവർലി നമ്മൾ ആക്സെപ്റ്റ് ചെയ്യാനുള്ള സാധ്യത കൂടുന്നില്ലേ? നമ്മളത് റെഗുലർ ബേസിൽ ചെയ്യാനുള്ള സാധ്യത കൂടുന്നില്ലേ? നമ്മൾ എന്താണോ ചെയ്യുന്നത്, എന്താണോ നമ്മൾ ചെയ്യാൻ ആഗ്രഹിക്കുന്നത്, അതിന്റെ ബാക്ക്ഗ്രൗണ്ട് അത് എന്തുകൊണ്ട് എന്നുള്ളതിനെ പറ്റിയിട്ട് മനസ്സിലാക്കാം. അതേ സമയത്ത് ഞാൻ അവിടെ ഒരു പോർഷൻ തരിക എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു ബ്യൂട്ടീഷ്യൻ അല്ലെങ്കിൽ ഒരു കുക്കറി എന്തൂസിയാസ്റ്റ് ആയിട്ടുള്ള ഒരാള്, അയാള് പലതരത്തിലുള്ള സപ്ലിമെന്റ്സിനെ കുറിച്ചുമാണ് പറയുന്നതെങ്കിൽ അവിടെ ഒരുപക്ഷെ നമ്മൾ സംശയിക്കേണ്ടിയിരിക്കുന്നു. കാരണം അയാൾ കുക്കിങ്ങുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ സംസാരിക്കാൻ ഒരുപക്ഷെ എക്സ്പെർട്ട് ആയിരിക്കാം. എന്നാൽ എല്ലാവരും എല്ലാ ഫീൽഡിലും കയറി ഇടപെടുന്നത് ഒരുപക്ഷെ ആ നോളജിനെ നമുക്ക് പൂർണ്ണമായിട്ടും ആക്സെപ്റ്റ് ചെയ്യണം എന്ന് പറയുന്നില്ല. നമ്മൾ അതിന്റെ സയൻസ് അന്വേഷിച്ച് പോകണം. അത് എന്തുകൊണ്ടാണ് അവിടെ ആ ഒരു രീതിയിൽ അദ്ദേഹം പറഞ്ഞത്, അത് കറക്റ്റ് ആണെങ്കിൽ നമുക്കത് ഫോളോ ചെയ്യാം. കറക്റ്റ് അല്ലെങ്കിൽ നമ്മൾ അതിന് യാതൊരു പോസിറ്റീവായിട്ടുള്ള യാതൊന്നും അതിൽ നിന്ന് കിട്ടണമെന്നില്ല. സോ നമ്മുടെ ശരീരത്തിനെ പറ്റി, നമ്മുടെ ന്യൂട്രീഷണൽ കണ്ടന്റിനെ പറ്റി, നമ്മുടെ ഭക്ഷണത്തിലെ ന്യൂട്രീഷണൽ കണ്ടന്റിനെ പറ്റി, അതുപോലെ തന്നെ മാനസികാരോഗ്യം എങ്ങനെ ശരീരത്തെ സ്വാധീനിക്കുന്നു, അതുപോലെ തന്നെ ബോഡി മൂവ്മെന്റ്, എന്തുകൊണ്ടാണ് നമുക്ക് സ്ട്രെച്ചിങ് ആദ്യം ഇമ്പോർട്ടന്റ്, എന്തുകൊണ്ടാണ് ലാസ്റ്റ് വാമപ്പിന് ശേഷം നമ്മൾ ഒരു സ്ട്രെങ്ത് ട്രെയിനിങ് ചെയ്തു കഴിഞ്ഞാൽ അതിനുശേഷം എന്തുകൊണ്ട് സ്ട്രെച്ചിങ് വേണം, ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ ബോഡി മൂവ്മെന്റിനെ പറ്റി പറഞ്ഞു കഴിഞ്ഞാൽ, അതേസമയത്ത് ഭക്ഷണത്തിനെ പറ്റി പറഞ്ഞു കഴിഞ്ഞാൽ എന്തുകൊണ്ട് ഫൈബർ ഫുഡ് ആദ്യം കഴിക്കണം, ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളുടെ ഡീറ്റെയിൽസിലേക്ക് നമ്മൾ പോകുമ്പോൾ, നമ്മൾ അതിനെപ്പറ്റി മനസ്സിലാക്കുമ്പോൾ നമുക്കൊരു പാറ്റേൺ ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റും. ആ ഒരു പാറ്റേൺ നമ്മുടെ ആരോഗ്യത്തിനെ ബൂസ്റ്റ് ചെയ്യുന്നതായിരിക്കും, നമുക്ക് മുന്നോട്ട് പോകാനുള്ള ഒരു തൃഷ്ണ തരുന്നുണ്ടാവും. അങ്ങനെ ഒരു കണ്ടിന്യൂസ് എഡ്യൂക്കേഷൻ പ്രോഗ്രാമിൽ നമ്മൾ പോകുന്നുണ്ടെങ്കിൽ വളരെ ബെറ്റർ ആണ്. ഫിഫ്ത്ത് പോയിന്റ്, ഗെറ്റ് സപ്പോർട്ട്. കാരണം നമ്മുടെ ആരോഗ്യത്തിനെ സ്വാധീനിക്കുന്ന പല ഫാക്ടേഴ്സ് ഉണ്ട്. അത് നമ്മുടെ ഇൻഡിവിജ്വൽ ഹെൽത്ത് ആയിക്കോട്ടെ, അല്ല ഫാമിലി ഹെൽത്ത് ആയിക്കോട്ടെ, അതുപോലെ തന്നെ എഡ്യൂക്കേഷൻ നമുക്ക് എവിടുന്നൊക്കെ കിട്ടുന്നുണ്ടോ, അല്ലെങ്കിൽ സോഷ്യൽ സപ്പോർട്ട് എവിടുന്നൊക്കെ കിട്ടുന്നുണ്ടോ, ഇത്തരം കാര്യങ്ങൾ, അതുപോലെ തന്നെ നമ്മുടെ എൻവയോൺമെന്റ്, നമ്മുടെ വരുമാനം, എക്കണോമി, ഇതൊക്കെ നമ്മുടെ ആരോഗ്യത്തെ സ്വാധീനിക്കുന്ന ഫാക്ടേഴ്സ് ആണ്. സോ ഇങ്ങനെ ഒരു കമ്മ്യൂണിറ്റിയിൽ നമ്മൾ താമസിക്കുമ്പോൾ
തീർച്ചയായിട്ടും നമ്മുടെ കൂടെയുള്ള ആൾക്കാര് അല്ലെങ്കിൽ നമുക്ക് കാണാൻ, നമുക്ക് ഗ്രാസ്പ് ചെയ്യാൻ പറ്റുന്ന സിറ്റുവേഷൻസ് തീർച്ചയായിട്ടും അത് പോസിറ്റീവ് ആയിട്ടുണ്ടാവണം. നമ്മുടെ ഗ്രോത്ത് സോറി കട്ടായത് ഞാൻ അറിഞ്ഞില്ല. എനിവേ ഞാൻ തിരിച്ച് സ്ലൈഡിലേക്ക് പോവാണ്. ജസ്റ്റ് കട്ടായേ ഉള്ളൂ. ഓക്കെ. ഓക്കെ, ഈ സപ്പോർട്ടിനെ പറ്റിയാണ് സംസാരിച്ചിരുന്നത്. സോ നമ്മുടെ കൂടെയുള്ള ആൾക്കാര് പോസിറ്റീവ് ആയിട്ടുള്ള ആൾക്കാരാണെങ്കിൽ തീർച്ചയായിട്ടും അത് നമ്മുടെ ഹെൽത്തിനെ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിലായിരിക്കും, നമ്മുടെ ഗ്രോത്തിനെ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിലായിരിക്കും. അത് കൂടാതെ ജസ്റ്റ് ആ ഒരു നമ്മുടെ കൂടെയുള്ള ആൾക്കാരെന്ന് മാത്രം നമ്മൾ കണക്കാക്കേണ്ടതില്ല. നമ്മൾ വയ്ക്കുന്ന ചാനലുകൾ, നമ്മുടെ സെൻസറി ഇൻപുട്ട് എന്തൊക്കെയുണ്ടോ, നമ്മൾ കാണുന്നത്, കേൾക്കുന്നത്, അതുപോലെ തന്നെ നമ്മുടെ ചുറ്റുമുള്ള എൻവയോൺമെന്റ്, ഇത്തരം കാര്യങ്ങളെ തീർച്ചയായിട്ടും നമ്മൾ സെലക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ അത് നമ്മുടെ ഹെൽത്തിനും നമ്മുടെ ആരോഗ്യത്തിനും അതുപോലെ തന്നെ നമ്മുടെ ഗ്രോത്തിനും പോസിറ്റീവ് ആയിട്ടുള്ള ഒരു മുതൽക്കൂട്ടാവുന്ന രീതിയിൽ തന്നെ ആയിരിക്കും. റിമൂവ് ടെംപ്റ്റേഷൻസ് ആൻഡ് ട്രിഗേഴ്സ് ദാറ്റ് ലീഡ് യു ഓഫ് ട്രാക്ക്. പലതരത്തിലുള്ള ടെംപ്റ്റേഷൻസ് നമുക്ക് അവിടുന്ന് ഇവിടുന്നൊക്കെ വരും. കാരണം ഇന്നു മുതൽ ഞാൻ നല്ല രീതിയിലുള്ള ഭക്ഷണം കഴിക്കുമെന്ന് തീരുമാനിച്ചിട്ട് ഓഫീസിലെത്തുമ്പോഴായിരിക്കും അന്ന് ആരുടെയെങ്കിലും ബർത്ത്ഡേയും കേക്ക് മുറിക്കുന്നതും ഒക്കെ. ഇത്തരം ടെംപ്റ്റേഷന് എങ്ങനെ നമുക്ക് മാറാം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പലപ്പോഴും നമുക്ക് സാധ്യമാവില്ല എന്നാണ് നമ്മൾ വിചാരിക്കുന്നത്. എന്നാൽ അത് ശരിയല്ല. നമ്മുടെ കയ്യിൽ ഒത്തിരി കപ്പാസിറ്റീസ് ഉണ്ട്. കാരണം ഒരു പ്രാവശ്യമേ നമുക്ക് അവരോടത് പറയേണ്ടി വരുന്നുള്ളൂ. എല്ലാ ദിവസവും ഉള്ള അൺഈവൻ ആയിട്ടുള്ള ഭക്ഷണ രീതികളിൽ നിന്ന് മാറാൻ നമുക്ക് നമ്മുടെ ഫ്രണ്ട് സർക്കിളിനോട് ഒരു പ്രാവശ്യമേ പറയേണ്ടി വരുന്നുള്ളൂ. കാരണം ആ ടെംപ്റ്റേഷൻ നമ്മുടെ ഉള്ളിൽ തന്നെയാണുള്ളത്. അതിനുശേഷം നമ്മളത് പറഞ്ഞിട്ട് നമുക്കത് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ അത്തരം സിറ്റുവേഷനിലേക്ക് നമ്മൾ പോവാതിരിക്കുക. സോ അവിടെ നമുക്ക് ഒരു കൺട്രോൾ ഉണ്ട്. ആൻഡ് ഇതിനു വേണ്ടിയിട്ട് ഒരുപക്ഷെ നമ്മളൊരു കമ്മ്യൂണിറ്റിയുടെ ഹെൽപ്പ് എടുക്കേണ്ടി വരും. അത്തരം ഒരു പോസിറ്റീവ് ആയിട്ടുള്ള കമ്മ്യൂണിറ്റിയിലാണ് നമ്മൾ ഉള്ളതെങ്കിൽ അതിന്റെ കണ്ടിന്യൂസ് എഡ്യൂക്കേഷൻ പ്രോഗ്രാമിൽ കൂടെ നമ്മൾ പോകുമ്പോൾ നമ്മൾ ചെയ്യുന്നത് ശരിയാണെന്ന് ഊട്ടിയുറപ്പിക്കാൻ പറ്റും. അതിന്റെ ഒന്നിച്ച് തന്നെ നമുക്ക് കുറച്ചുകൂടി ഹെൽത്തി ആയിട്ടുള്ള മാനസിക നില കിട്ടുന്നുണ്ടാവും, ആറ്റിറ്റ്യൂഡ് കിട്ടുന്നുണ്ടാവും. ഇതല്ല, ഒരു കമ്മ്യൂണിറ്റിയിലൊന്നും ഇപ്പോഴെനിക്ക് പോകാൻ എളുപ്പമല്ല എന്ന് തോന്നുന്നുണ്ടെങ്കിൽ അവിടെ ഒരു ഹെൽത്ത് കോച്ച്, ഇൻഡിവിജ്വൽ സ്പെഷ്യലൈസ് ആയിട്ടുള്ള പേഴ്സണലൈസ് ആയിട്ടുള്ള ഒരു ഹെൽത്ത് കോച്ചിന്റെ സപ്പോർട്ട് എടുക്കുക. അത്തരം ആളുകൾ തീർച്ചയായും നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി തന്നെ ഉള്ളവരാണ്. ഓക്കെ, നെക്സ്റ്റ് പോയിന്റ്, സെൽഫ് കമ്പാഷൻ. സെൽഫ് കമ്പാഷൻ എന്ന് പറയുന്നത് നമ്മൾ നമ്മളെ എങ്ങനെ കാണുന്നു എന്നുള്ളതാണ്. എല്ലാ കാര്യങ്ങളും ഞാൻ പെർഫെക്റ്റ് ആവുന്നു, എല്ലാ കാര്യങ്ങളും ഞാൻ മറ്റ് ഏതോ ഇൻസ്റ്റാഗ്രാമിലുള്ള ഒരു റീലില് ഫിറ്റ്നസിനെ പറ്റി സെഷൻ എടുക്കുന്ന ആളെ പോലെ ചെയ്യുന്നു എന്നും വിചാരിക്കേണ്ടതില്ല. നമ്മുടെ ചേഞ്ചും വളരെ പ്രോഗ്രസീവ് ആയിരിക്കും, വളരെ സ്ലോ ആയിരിക്കാം ഒരു പക്ഷെ അതിന് വേണ്ടിയിട്ട് അത്തരം ഒരു മാറ്റം നടക്കുന്നതിനിടയിൽ ചിലപ്പോഴൊക്കെ നമുക്ക് സെറ്റ് ബാക്ക് ഉണ്ടായാലും നമ്മൾ അതിനെ എന്തുകൊണ്ട് പോസിറ്റീവ് അല്ലാതെ കാണണം? കാരണം നമ്മൾ പ്രോഗ്രസീവ് ആയിട്ടാണല്ലോ പോകുന്നത്, നമ്മൾ മുന്നോട്ട് തന്നെയാണല്ലോ പോകുന്നത്. അപ്പൊ ഇൻ കേസ് അവിടെ നമുക്കൊരു സെറ്റ് ബാക്ക് വന്നു കഴിഞ്ഞാൽ പോലും നമ്മൾ അവിടെ കമ്പാഷനേറ്റ് ആയിരിക്കണം. നമ്മളോട് തന്നെ ഒരു ഒരു എമ്പതി ഉണ്ടാവണം. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് നമ്മളോട് തന്നെ ദയവുണ്ടാവണം. നമ്മൾ തന്നെ നമ്മളെ ജഡ്ജ് ചെയ്യാൻ പാടില്ല. അത് ശരിക്കും നമ്മളെ മുന്നോട്ടേക്ക് പോകാനുള്ള ഒരു പ്രോഗ്രസീവ് ആയിട്ടുള്ള ലൈനിലേക്കാണ് എത്തിക്കുന്നത്. നമുക്ക് അത്തരം ഒരു കഴിവുണ്ടാവുമ്പോൾ നമ്മുടെ മാറ്റം എന്നുള്ളതിനെ പറ്റി നമ്മൾ എന്താണ് മീനിങ് കൊടുക്കുന്നത്, ആരോഗ്യത്തിലേക്ക് പോകണം എന്ന് വിചാരിക്കുമ്പോൾ നമ്മളെ എങ്ങനെ കാണുന്നു എന്നുള്ളതിനെ പറ്റിയിട്ടുള്ള കറക്റ്റ് ആയിട്ടുള്ള ഒരു ഗൈഡൻസ് കിട്ടും.
ശരിക്കും ഈ ഒരു ചിത്രം അതിനെ കംപ്ലീറ്റ് ആയിട്ട് റിഫ്ലക്ട് ചെയ്യുന്നുണ്ട്. ഒരു പൂച്ച നോക്കുന്ന സമയത്ത് കണ്ണാടിയിലോ അല്ലെങ്കിൽ ആ വെള്ളത്തിലോ നോക്കുമ്പോൾ അത് കടുവയാണ് കാണുന്നതെങ്കിൽ അത് ആ എത്താനുള്ള ലക്ഷ്യങ്ങളെ അത്രമാത്രം പോസിറ്റീവ് ആയിട്ടാണ് കാണുന്നത് മനസ്സിലാക്കാം. ഈ ഒരു സമയത്ത് നമുക്ക് നമ്മുടെ സെൽഫ് റിഫ്ലക്ഷൻ അല്ലെങ്കിൽ നമ്മൾ തന്നെ എങ്ങനെയാണ് വിലയിരുത്തുന്നത് എന്നുള്ളത് മനസ്സിലാക്കാൻ പറ്റും. ഒരു ഇൻട്രോസ്പെക്ഷൻ അവിടെ ഒരുപക്ഷെ ഹെൽപ്പ് ചെയ്യും. നമ്മുടെ ഗോൾസ് എന്താണ്, നമ്മുടെ പ്രയോറിറ്റീസ് ലൈഫിൽ എന്തൊക്കെയാണ്, നമ്മുടെ ആരോഗ്യം, നമ്മുടെ ഫാമിലിയുടെ ആരോഗ്യം എങ്ങനെ മുന്നോട്ടേക്ക് കൊണ്ടുപോകാം എന്നുള്ളതിനെ പറ്റിയിട്ട് കറക്റ്റ് ആയിട്ടുള്ള ഒരു ഗൈഡൻസ് കിട്ടും. ആൻഡ് ബി ക്യൂരിയസ്, നോട്ട് ഫിയർഫുൾ. പലപ്പോഴും നമ്മൾ ചോദിക്കാറുള്ള ഒരു ചോദ്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, വൈ മീ, എന്തുകൊണ്ട് എന്നെ ഇത്തരം ഒരു പ്രോബ്ലത്തിലേക്ക് ദൈവം കൊണ്ട് ചെന്നെത്തിച്ചു. എന്നാൽ അതേ സമയത്ത് അതിനെപ്പറ്റി നമുക്ക് പല അപ്രോച്ച് എത്തിക്കാം, അല്ലെ? വേൾഡ് ഫേമസ് ആയിട്ടുള്ള ഒരു സ്പോർട്സ് പേഴ്സൺ ഒരു സമയത്ത് ക്യാൻസർ വന്ന ഒരു സമയത്ത് അദ്ദേഹത്തിനോട് പ്രസ് റിപ്പോർട്ടർ ചോദിച്ചിട്ടുണ്ടായിരുന്നു, നിങ്ങൾക്ക് ഒരിക്കൽ പോലും തോന്നിയില്ലേ ദൈവത്തിനോട് ഇത് ചോദിക്കാൻ, വൈ മീ, ഞാൻ എന്റെ കരിയറിൽ ഇത്രയും ബെസ്റ്റ് ഓഫ് ദ ബെസ്റ്റ് ആൻഡ് ആ ഒരു കൊടുമുടിയിൽ എത്തി നിൽക്കുന്ന സമയത്ത് എനിക്ക് ഇത്തരം ഒരു രോഗം വന്നത് ശരിയായോ എന്ന് ദൈവത്തിനോട് നിങ്ങൾ ചോദിച്ചോ? അദ്ദേഹത്തിന്റെ ഉത്തരം വളരെ സിമ്പിൾ ആയിരുന്നു, ഞാൻ ഈ കൊടുമുടിയിൽ എത്താൻ വേണ്ടിയിട്ട് ദൈവം എന്നെ തന്നെ എന്തിന് ചൂസ് ചെയ്തു എന്നുള്ളതിനെ പറ്റിയിട്ട് ഞാൻ ഇതുവരെ ദൈവത്തിനോട് ചോദിച്ചിട്ടില്ല. ഈ സ്പോർട്സ് കരിയറിൽ ഞാൻ ഇത്രയും സക്സസ്ഫുൾ ആയ സമയത്ത് ഒരിക്കലും ഞാൻ ദൈവത്തിനെ ആ ഒരു രീതിയിൽ എന്നെ മാത്രം എന്തുകൊണ്ട് ഇത്രയും സക്സസ്ഫുൾ ആക്കി എന്ന് ചോദിക്കാത്ത സമയത്ത് ഞാൻ എന്തിന് ഇപ്പോൾ ചോദിക്കണം? ഈ ഒരു ചോദ്യം, വാട്ട് കാൻ ഐ ലേൺ ഫ്രം ദിസ് എന്നുള്ള ഒരു ചോദ്യം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ എല്ലാ സിറ്റുവേഷനെയും എല്ലാ ചലഞ്ചസിനെയും പോസിറ്റീവായി കാണാൻ വേണ്ടിയിട്ടുള്ള ബെസ്റ്റ് ഓഫ് ദ ബെസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. എന്തുകൊണ്ട് ഇത് എനിക്ക് സംഭവിക്കുന്നു എന്നുള്ളതിന് പകരം ഇവിടുന്ന് എനിക്ക് എന്ത് പഠിക്കാൻ പറ്റും, എങ്ങനെയാണ് മുന്നോട്ടേക്ക് പോകേണ്ടത് എന്നുള്ളതിനെ പറ്റി മനസ്സിലാക്കായിരിക്കും നല്ലത്. റീഫ്രെയിം ദ ചലഞ്ചസ് ആസ് ഓപ്പർച്യൂണിറ്റീസ്. ഇവിടെ നമുക്ക് ആവശ്യമുള്ളത് ഒരുപക്ഷെ ഈ പറഞ്ഞ 7 പോയിന്റുകളും നമുക്ക് ഗ്രോത്ത് മൈൻഡ് സെറ്റ്, നമ്മുടെ ആറ്റിറ്റ്യൂഡുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഗ്രോത്ത് മൈൻഡ് സെറ്റിൽ അതിനെ ഫിക്സ് ചെയ്യാൻ പറ്റും. ആൻഡ് ഇത്തരം ഒരു മൈൻഡ് സെറ്റ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അതിനുള്ള പൊട്ടൻഷ്യൽ വളരെ കൂടുതലാണ്. നമ്മൾ ആരോഗ്യത്തിന്റെ കപ്പാസിറ്റിയിൽ മാത്രമല്ല ഞാൻ പറയുന്നത്, ഹെൽത്തോ വെൽത്തോ എന്തോ ആയിക്കോട്ടെ, അതിൽ ഏറ്റവും ബെസ്റ്റ് ആയിട്ട് നമ്മുടെ ഔട്ട്പുട്ട് എടുക്കാൻ വേണ്ടിയിട്ട് കഴിവുള്ള ഒരു മൈൻഡ് സെറ്റ് ആണ് അത്. നമ്മുടെ ബെസ്റ്റ് ഓഫ് ദ ബെസ്റ്റ് ആറ്റിറ്റ്യൂഡ് ആണ്. നമ്മുടെ ഫിസിക്കൽ ഫിറ്റ്നസ് ഇംപ്രൂവ് ചെയ്യും, മെന്റൽ ഹെൽത്ത് ഇംപ്രൂവ് ചെയ്യും, ഇമോഷണൽ വെൽബീയിങ് തുടങ്ങി എല്ലാ ഏരിയകളിലും അത് വളരെ ഹെൽപ്പ് ചെയ്യും. അത് മാത്രമല്ല, എന്തൊക്കെ മാറ്റങ്ങളുണ്ടോ ആ മാറ്റങ്ങളെ നമുക്ക് ആക്സെപ്റ്റ് ചെയ്യാനും അതിനെ തന്നെ ഒരു കാറ്റലിസ്റ്റ് അല്ലെങ്കിൽ ഒരു ഉത്തേജകം ആയി പ്രവർത്തിപ്പിക്കാനും നമ്മുടെ പേഴ്സണൽ ഗ്രോത്തിലേക്ക് കൊണ്ടുപോകാനും ഹെൽപ്പ് ചെയ്യുന്ന ഒരു കാര്യമായിരിക്കും അത്. സോ അത്തരം ഒരു കാര്യമാണ് നമുക്ക് വേണ്ടത്. ഈ പറഞ്ഞ 7 പോയിന്റുകളും ഗ്രോത്ത് മൈൻഡ് സെറ്റോട് കൂടിയിട്ടാണ് നമ്മൾ വാലിഡേറ്റ് ചെയ്യുന്നതെങ്കിൽ, അതിനെ ഇവാലുവേറ്റ് ചെയ്യുന്നതെങ്കിൽ അത് നമ്മുടെ പേഴ്സണൽ ട്രാൻസ്ഫോർമേഷന് വളരെ ഹെൽപ്ഫുൾ ആവും. ഹെൽത്ത് ട്രാൻസ്ഫോർമേഷൻ എന്നുള്ളത് ജസ്റ്റ് ആ ബിഫോർ ആഫ്റ്റർ ഫോട്ടോസ് വെച്ചിട്ടുള്ള ഒരു കാര്യമല്ല ഞാൻ പറയുന്നത്. ഇറ്റ്സ് ദ ഇന്റേണൽ ഹെൽത്ത്. നമ്മുടെ ഉള്ളിൽ നിന്ന് നമ്മുടെ ആരോഗ്യം പുറത്തേക്ക് വരും, അല്ലെങ്കിൽ അതിനെ ബെസ്റ്റ് രീതിയിലേക്ക് എത്തിക്കണം. സോ അതിന് പോസിറ്റീവ് സൈഡ് വളരെ എളുപ്പത്തിൽ പറയാവുന്ന മാനസികമായിട്ടുള്ള ചില പോസിറ്റീവ് സൈഡ് എന്തൊക്കെയാണ്? ഒന്ന്, ആൻസൈറ്റി അല്ലെങ്കിൽ ഡിപ്രഷൻ, അതല്ലെങ്കിൽ സ്ട്രെസ് റിലേറ്റഡ് ആയിട്ടുള്ള ഫാക്ടേഴ്സ് ഒക്കെ വളരെ കുറയുന്നുണ്ടാവും. എന്നാൽ കോൺഫിഡൻസ് ബൂസ്റ്റ് ചെയ്യുന്നുണ്ടാവും. അതുപോലെ തന്നെ ഇമോഷണലി നമ്മളുമായിട്ട് കണക്ട് ചെയ്ത ആൾക്കാരോട് വളരെ ബാലൻസ്ഡ് ആയിട്ടുള്ള രീതിയിൽ സംസാരിക്കുന്നുണ്ടാവും, നമ്മൾ പെരുമാറുന്നുണ്ടാവും. So every day is a new day, new opportunity, new chance to improve yourself, improve your health, improve your family. Health is a choice. ജോൺ സി മാക്സ്വെലിന്റെ ഒരു പ്രധാനപ്പെട്ട കോട്ട് ഉണ്ട്. അദ്ദേഹം പറയുന്നത്, ചേഞ്ച് ഈസ് ഇന്നോവേറ്റബിൾ ബട്ട് ഗ്രോത്ത് ഈസ് എൻ ഓപ്ഷൻ. ചേഞ്ച് എന്തായാലും ഉണ്ടാവും, ബട്ട് അതിൽ ഗ്രോ ചെയ്യണോ വേണ്ടയോ എന്ന് നമുക്ക് ഉള്ളൊരു ഓപ്ഷനാണ്. ഈ ഒരു ഓപ്ഷനെ പോസിറ്റീവായിട്ട് നമുക്ക് കാണാൻ പറ്റുകയാണെങ്കിൽ അവിടെ ആരോഗ്യത്തിൽ എന്തൊക്കെ മാറ്റങ്ങൾ നമുക്ക് വരുത്താൻ പറ്റും, അതിന് എന്താ റൈറ്റ് ഡൗൺ ചെയ്യുക. 1, 2, 3 പോയിന്റുകളായിട്ട് മേ ബി അടുത്ത ദിവസത്തേക്ക് നമ്മളൊരു 10 പോയിന്റ് എഴുതുക.
എങ്ങനെ നമുക്ക് ഗ്രോ ചെയ്യാൻ പറ്റും, ഹെൽത്തി വേയിലേക്ക് നമുക്ക് കൊണ്ടുപോകാൻ പറ്റും. പല മുമ്പുള്ള പല സെഷനിലും നമുക്ക് എങ്ങനെ ആരോഗ്യം മെച്ചപ്പെടുത്താം എന്നുള്ളതിന്, ഉറക്കത്തിനെ പറ്റിയിട്ടും അതുപോലെ തന്നെ സ്ട്രെസ് മാനേജ് ചെയ്യുന്നതിനെ പറ്റിയിട്ടും, എങ്ങനെ മൂവ്മെന്റ് അല്ലെങ്കിൽ ഡെയിലി മൂവ്മെന്റ് നമ്മുടെ ഡെയിലി ലൈഫിലേക്ക് കൊണ്ടുവരാം എന്നുള്ളതിനെ പറ്റിയിട്ടും ഒക്കെ സംസാരിച്ചിട്ടുണ്ട്. ഭക്ഷണം എങ്ങനെ മെച്ചപ്പെടുത്താം എന്നൊക്കെ. സോ ചേഞ്ച് എന്തായാലും ഉണ്ടാവും. മുമ്പ് ഒരു കാലത്ത് മേ ബി 30 വർഷം മുമ്പ് നമ്മൾ ഉപയോഗിച്ചിരുന്ന രീതിയിലുള്ള പ്രോസസ്ഡ് ഫുഡ് അല്ല ഇന്ന് ഉപയോഗിക്കുന്നത്. നമ്മൾ ഇതൊന്നും ചിന്തിക്കാതെ ഇന്നിപ്പോഴ് വളരെ എന്താ, ഒരു ബർത്ത്ഡേ പാർട്ടി മാത്രം എടുത്താൽ മതി. മുമ്പ് ഒരു വർഷത്തിൽ ഒരു ബർത്ത്ഡേ പാർട്ടി അപൂർവമായിട്ടുണ്ടായിരുന്ന ഒരു കാലം ഉണ്ടായിരുന്നു. എന്നാൽ അതിന് പകരം നമ്മൾ ഇപ്പോഴും ഒരു ആളുടെ ബർത്ത്ഡേ പാർട്ടിക്ക് ഒരു ദിവസം തന്നെ 3 or 4 കേക്ക് മുറിക്കുന്ന അവസ്ഥയൊക്കെ കാണാറുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ചേഞ്ച് ഈസ് ദർ. ഓക്കെ, അതുണ്ടാവും. പക്ഷെ ഈ ചേഞ്ചിനെ നമുക്ക് ഹെൽത്തി ആയിട്ടുള്ള രീതിയിലേക്ക് എങ്ങനെ കൊണ്ടുപോകാം എന്നുള്ളതാണ് ശരിക്കും പറഞ്ഞ് ഞാൻ ഇവിടെ ആലോചിക്കേണ്ടതും നമ്മൾ സ്ട്രൈവ് ചെയ്യേണ്ടതും. ആ സമയത്ത് നമുക്ക് കിട്ടുന്ന ചില കാര്യങ്ങളാണ് ഒന്ന് ട്രാൻസ്ഫോർമേഷൻ, ദ റിയൽ ലൈഫ് ട്രാൻസ്ഫോർമേഷൻ, മാറ്റം. അതിനെ അഡാപ്റ്റ് ചെയ്യാൻ പറ്റുക. പല രീതിയിൽ പല കാര്യങ്ങളും നമുക്ക് ഒരു പക്ഷേ പോസിറ്റീവ് ആവണമെന്നില്ല, പക്ഷെ അതുമായിട്ട് നമുക്ക് അഡാപ്റ്റ് ചെയ്യാൻ പറ്റുക ആൻഡ് ത്രൈവ് ചെയ്തിട്ട് നമ്മൾ മുന്നോട്ട് പോവുക. ഇത്തരം ഒരു രീതിയിലാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വേണ്ടത്. ആൻഡ് അത് നമ്മുടെ ആരോഗ്യത്തിനെ പൂർണ്ണമായ രീതിയിൽ സന്തുലിതമാക്കുന്നുണ്ടാവും, മെച്ചപ്പെടുത്തുന്നുണ്ടാവും. താങ്ക് യു. ബാക്ക് ടു പോസ്റ്റ്. താങ്ക് യു സാർ. തീർച്ചയായിട്ടും വളരെ മനോഹരമായ ഒരു സെഷൻ. ഒരു ഇന്റേണൽ സ്റ്റാർട്ടിംഗ് ആണ്. ഒരു ചേഞ്ചിന് എങ്ങനെ നമുക്കൊരു ഇന്റേണൽ ഇനിഷ്യേഷൻ കൊടുക്കാൻ പറ്റും, അതെങ്ങനെ എക്സ്റ്റേണൽ ആയിട്ട് നമ്മളിലേക്ക് വന്നു ചേരും. 7 ബ്യൂട്ടിഫുൾ പോയിന്റ്സ് ആണ് സാർ എക്സ്പ്ലെയിൻ ചെയ്തത്. നമ്മുടെ ഇന്റേണൽ സൈഡ് എപ്പോഴും വീക്കാണ്. കാരണം പല പല കാരണങ്ങൾ, പ്രത്യേകിച്ച് സറൗണ്ടിങ്സിന്റെ സാഹചര്യങ്ങളെല്ലാം അതിൻ്റെ അകത്ത് പ്രാധാന്യമുള്ള കാര്യമായിട്ട് തന്നെ കാണാം. ആ ഒരു അവസ്ഥയിൽ നിന്നുകൊണ്ട് എക്സ്റ്റേണലി വളരെ ഹെൽത്തി ആയിട്ടുള്ള, പ്രത്യേകിച്ച് മാനസികമായിട്ടും ശാരീരികമായും ഹെൽത്തി ആയിട്ടുള്ള ഒരു അവസ്ഥയിലേക്ക് എത്തിച്ചേരാൻ നമ്മളെ സഹായിക്കുന്ന എല്ലാ തലങ്ങളെയും വളരെ കൃത്യമായി സാർ സ്പർശിച്ചു. ഓക്കെ, നമുക്ക് സംസാരിക്കാം. റോയ് സാർ ഒന്ന് പറഞ്ഞ് സ്റ്റാർട്ട് ചെയ്തിട്ട് സാർ ഞാൻ ഹോസ്റ്റ് ആക്കുവാണേ, സാർ ഒന്ന് നോക്കണം, എല്ലാവരും ഒന്ന് വിളിച്ചോണേ. ഓക്കെ. ഏതായാലും ഈ ഒരു ചേഞ്ച് എന്ന് പറഞ്ഞാൽ എല്ലാവരിലും ഉണ്ടാവുന്നതാണ്, സർവ്വസാധാരണമാണ്. പക്ഷെ അത് എങ്ങനെ നേരിടണം എന്നുള്ളതിന് വളരെ സിമ്പിളായിട്ട് ആർക്കും അനുകരിക്കാവുന്ന ചില സ്റ്റെപ്പുകളാണ് ഈ 7 എന്ന് പറയുന്നത്. അതല്ലാണ്ട് അത് ബുദ്ധിമുട്ടാണ്, അതിന് വേറെ എന്ന് പറയുന്നതല്ല. ആ ചെറിയ സ്റ്റെപ്പുകൾ കൈകാര്യം ചെയ്യുന്നതിന് വളരെ ഇതായിട്ട് സാർ പറഞ്ഞു. അപ്പോൾ മാനസികമായും ശാരീരികമായും ആരോഗ്യം സംരക്ഷിക്കുന്നതിനും അതിനെല്ലാം ഉതകുന്ന ഒരു ഇതാണ്. കാരണം സാധാരണ ഈ ചേഞ്ച് വരുമ്പോൾ തന്നെ നമ്മൾ ബേജാറാവാറുണ്ട്. അതിനെ സാർ പറഞ്ഞ ഒരു കാര്യം എനിക്ക് വളരെ ഇതായിട്ട് തോന്നി. ഇതിൽ നിന്ന് എന്ത് പഠിച്ചു, അതുപോലെ എന്തുകൊണ്ട് എനിക്കിത് സംഭവിച്ചു എന്നൊക്കെ സാധാരണ ചിന്തിക്കുന്നത് ആണ്. അപ്പോൾ അത് ആ ചേഞ്ചിനെ ഒന്ന് റീഫ്രെയിം ചെയ്യാനുള്ള ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടാക്കണം. അപ്പോൾ അതിന് നമ്മൾ ഈ ചേഞ്ചിൽ നിന്നും നമ്മുടെ അനുഭവത്തിൽ എന്താണ് നമ്മൾ പഠിച്ചത് എന്ന് മനസ്സിലാക്കി എടുക്കുകയാണ് വേണ്ടത് എന്ന് സാർ പറഞ്ഞു. ഏതായാലും വളരെ ചെറിയ സമയം കൊണ്ട് വളരെ ഒരു ചേഞ്ച് വരുമ്പോൾ നമ്മൾ എങ്ങനെ ഫേസ് ചെയ്യാൻ പറ്റും, എങ്ങനെ ഒന്ന് ഇതാക്കി എടുക്കുക, പോസിറ്റീവായി എടുക്കുക എന്നുള്ളതിനെ കുറിച്ചുള്ള കുറേ ഗൈഡ് ലൈൻസ് ആണ് തന്നത്. താങ്ക് യു സാർ. താങ്ക് യു വെരി മച്ച്. താങ്ക് യു സർ. വേറെ ആരെങ്കിലും? പറയാം സർ. ഉലഹൻ സർ. ഹലോ സാർ. ഞാൻ പറയാം സാർ. കുറച്ച് ദിവസങ്ങളായി നമ്മൾ പറഞ്ഞു കണ്ടിട്ടില്ല. അതെ, എന്നാ നാട്ടിലെത്തിയത്? ദിവസമായി. ഓക്കെ, യാത്ര കഴിഞ്ഞ് തിരിച്ചെത്തി 3 ദിവസമായി. 3 ദിവസമായി. ഗംഭീരായി. കുറച്ച് ദിവസങ്ങളുടെ ഒരു വിടവ് ഇവിടെ ഉണ്ട്.
സാറിന്റെ ക്ലാസ്സുകൾ മിസ്സാവുന്നത് സത്യത്തിൽ മാനസികമായിട്ടൊരു വിഷമമുണ്ടാക്കുന്ന കാര്യം. സാറ് പറഞ്ഞ കാര്യങ്ങളെ കുറിച്ചൊന്നും ഞാൻ റിവൈൻഡ് ചെയ്യുന്നില്ല. എന്റെ ഉള്ളിൽ സാർ വീഡിയോ ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു പക്ഷേ കാര്യങ്ങൾ ഓഡിയോ തട്ടിയിട്ടുള്ളത് വീഡിയോ ഓഫ് ചെയ്യൂ സർ. ഇപ്പൊ കേൾക്കുന്നുണ്ട്. ക്ലിയർ ആയോ സർ? ഓക്കെ ഓക്കെ പറയൂ ക്ലിയർ ആണോ? പറയൂ പറയൂ സർ. Am I audible? യെസ്, ഇപ്പൊ കുഴപ്പമില്ല, ഇപ്പൊ കേൾക്കാം സാർ. വോളിയം ക്ലിയർ. ഓക്കെ, ഞാൻ ചുരുക്കത്തിൽ ഇത്രയാണ് ഞാൻ ഉദ്ദേശിച്ചത്. യു കനോട്ട് ചേഞ്ച് ദ അതർ പേഴ്സൺ, ബട്ട് യു ക്യാൻ ചേഞ്ച് യുവർ സെൽഫ്. അതിനുള്ള കുറെ കണ്ടീഷൻസ് ആണ് യഥാർത്ഥത്തിൽ സാറ് പറഞ്ഞത്. നാം എങ്ങനെയാണോ നമ്മുടെ കംഫർട്ട് സോണിൽ നിന്ന് അത്യാഗ്രഹത്തോടു കൂടി മാറാൻ തീരുമാനിക്കുകയും സഹനത്തിന് തയ്യാറാവുകയും ഫോർ ദ ടൈം ബീങ് ചെയ്താൽ നമുക്ക് മാറ്റമുണ്ടാവും. നമ്മുടെ മാറ്റത്തിന് നാം കാത്തിരിക്കേണ്ടിയിരിക്കുന്നു. നാം ഗോൾ സെറ്റ് ചെയ്ത് മിണ്ടാതിരുന്നാൽ ഗോളിലെത്തില്ല. ആ ഗോളിലേക്ക് എത്താൻ സഹനങ്ങളുടെ ഒരു പട്ടിക നമ്മുടെ മുൻപിൽ വരുമ്പോൾ ഒളിച്ചോടരുത്. പലരും ചെയ്യുന്നത് ആ ഒളിച്ചോട്ടമാണ്. ഒളിച്ചോട്ടത്തിൽ നിന്ന് നാം അതിനെ നേരിടാനുള്ള മാനസികാവസ്ഥ വളർത്തിയെടുക്കുമ്പോൾ നമുക്ക് നമ്മുടേതായ മാറ്റവും വിജയവും ഉണ്ടാവും. നല്ലപോലെ ഇഷ്ടപ്പെട്ട ഒരു ക്ലാസ്. താങ്ക് യു സർ, താങ്ക് യു വെരി മച്ച്. ഓക്കെ സർ, റോയ് സാറേ. താങ്ക് യു സർ. രത്ന മാഡം പോയെന്ന് തോന്നുന്നു. ഓക്കെ, വേറെ ആരെങ്കിലും എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ അല്ലെങ്കിൽ അമർജ്യോതി മാഡം പറയൂ. സനൽ സർ, സാറിന്റെ ക്ലാസ് വളരെ നന്നായിരുന്നു. സാറ് പറഞ്ഞ കറക്റ്റ് ആണ്. അതായത് സെൽഫ് ഡിസിപ്ലിൻ ഇസ് വെരി ഇമ്പോർട്ടൻറ്റ് ഫോർ എവറിത്തിങ്. സെൽഫ് ഡിസിപ്ലിൻ ഉള്ള ആൾക്കാർക്ക് എന്ത് വേണമെങ്കിലും അവർക്ക് കംഫർട്ട് സോൺ ബ്രേക്ക് ചെയ്യാൻ അവർക്ക് ഒരു ബുദ്ധിമുട്ടുണ്ടാവില്ല. എന്തിനും സക്സസ്ഫുൾ ആവണമെങ്കിൽ കംഫർട്ട് സോൺ ബ്രേക്ക് ചെയ്യണം. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സാറ് അങ്ങനെ ഓരോ പോയിന്റും വളരെ വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. താങ്ക് യു സർ, വെരി ഗുഡ് ക്ലാസ്. താങ്ക് യു. താങ്ക് യു. ഫസ്റ്റ് ഓഫ് ഓൾ താങ്ക് യു ഡോക്ടർ. പിന്നെ വളരെ സന്തോഷമുണ്ട്. നല്ല ഒരു ക്ലാസ് ആയിരുന്നു. ശരിക്കും അത് ഒരു എക്സ്ട്രിൻസിക് മോട്ടിവേഷൻ എന്നുള്ള രീതിയിൽ തന്നെയാണ്. ഞാനൊക്കെ ട്രാൻസ്ഫോർമേഷന് വേണ്ടിയിട്ട് ഒരുപാട് കാലം ഒരുപാട് പണിയെടുത്തതാണ്. പറഞ്ഞാൽ പല രീതിയിൽ എന്തെല്ലാം രീതിയിൽ ഇൻഫർമേഷൻ കളക്ട് ചെയ്ത് ജീവിതത്തിലേക്ക് അപ്ലൈ ചെയ്യാനൊക്കെ ഒരുപാട് ചെയ്തതാണ്. പക്ഷെ പിന്നെ ഈ പറഞ്ഞ ഈ കൺസിസ്റ്റൻസി ഒരു പ്രാവശ്യം ഞാൻ കൃത്യമായിട്ട് പോവായിരുന്നു. പിന്നീട് അത് സ്റ്റോപ്പായി. ആ സ്റ്റോപ്പായത് പിന്നീട് അത് തുടരുന്നതിൽ എന്നിലുണ്ടായിരുന്ന അപാകത തന്നെയാണ് തീർച്ചയായിട്ടും. അത് തിരിച്ചറിഞ്ഞു പിന്നീട് കുറച്ച് കഴിഞ്ഞതിന് ശേഷം. അത് പിന്നീട് ഇപ്പോൾ വീണ്ടും ട്രാൻസ്ഫോർമർ 90 ജോയിൻ ചെയ്തു. അതുപോലെ തന്നെ ഞാനിപ്പോൾ കുറച്ച് കാലമായിട്ട്, കുറച്ച് മാസങ്ങളായിട്ട് തന്നെ 5-8 മാസമായിട്ടൊക്കെ കൺസിസ്റ്റന്റ് ആയിട്ട് എക്സസൈസ് ആണെങ്കിലും അതുപോലെ തന്നെ അതിനേക്കുള്ള റെമഡി. ഇന്നെൻ്റെ സക്സസ് ഞാൻ ഉദ്ദേശിക്കുന്നത് എൻ്റെ ഹെൽത്ത് ആൻഡ് വെൽബീയിങ്, അതുപോലെ തന്നെ പിന്നെ എൻ്റെ റിലേഷൻഷിപ്പ്, ഇതൊക്കെയാണ് ഞാൻ കൂടുതലും ചെയ്യുന്നത്. ഓഫ്കോഴ്സ് മറ്റുള്ള ഫൈനാൻഷ്യൽ ഫ്രീഡം ഒക്കെ ആവശ്യമുണ്ടെങ്കിൽ പോലും അതിനെ ഏതൊക്കെ തരത്തിൽ എനിക്ക് അതിൻ്റെ ഇൻഫർമേഷൻ കിട്ടുക മാത്രമല്ല അത് ജീവിതത്തിൽ അപ്ലൈ ചെയ്യാനുള്ള ഒരു ശ്രമം നടത്തുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ ഈ ട്രാൻസ്ഫോർമേഷൻ അത് കൃത്യമായിട്ട് എല്ലാ ദിവസവും ഈ റെക്കോർഡ് സെഷൻ, കാരണം ഞാനിപ്പോൾ ദുബായിൽ, അതുകൊണ്ട് ടൈം ശരിയല്ല, കറക്റ്റ് ആവാത്തതുകൊണ്ട് ഇവിടുന്ന് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ കഴിഞ്ഞ 2 മാസം മുമ്പുണ്ടായിരുന്നതിനേക്കാളും ഏകദേശം 3 കിലോ, ഇന്ന് നോക്കുമ്പോൾ ഏകദേശം 33+33.7 ആയിട്ട് കാണുന്നു തോന്നുന്നു. അപ്പോൾ അത്രയും മാറ്റങ്ങൾ കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ എൻ്റെ നേരത്തെ മാസങ്ങൾക്ക് മുമ്പ് ഏകദേശം 1 വർഷം മുമ്പ് പോയ 7 പോയിന്റ് ഒക്കെ അതിൻ്റെ ഇതൊക്കെ ഉണ്ടായിരുന്നു. അതിൻ്റെ അപ്പുറമായിരുന്നു എൻ്റെ പിന്നെ HbA1c. അത്
3 മാസം മുമ്പ് 6.7 ആയിരുന്നു, ഇപ്പൊ 6.6 ആയി. പക്ഷെ എൻ്റെ ടാർഗറ്റ് എന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും ഗോൾ സെറ്റ് ഒരു ലെസ് ദാൻ 6 ആണ്. പക്ഷെ അതിനുവേണ്ടി ഞാൻ പണിയെടുക്കണം. ഡിസിപ്ലിൻ, ഇപ്പൊ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ആ ഒരു ഡിസിപ്ലിൻ മെയിൻറ്റെയിൻ ചെയ്തിട്ട് പോകുന്നുണ്ട്. അത് എൻ്റെ ബോഡി തീർച്ചയായിട്ടും റെസിസ്റ്റ് ചെയ്യുന്ന പലപ്പോഴും. എൻ്റെ മെഡിറ്റേഷൻ, ഞാൻ ഡോക്ടർ ജോയുടെ മെഡിറ്റേഷൻ പ്രാക്ടീസ് ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. അത് ഏകദേശം 1.5 വർഷമായി. ആദ്യമൊക്കെ എനിക്ക് ഭയങ്കര പ്രയാസമായിരുന്നു. കുറച്ചൊക്കെ കഴിഞ്ഞാൽ അത് ഔട്ട് ഓഫ് നമ്മൾ പോവുമായിരുന്നു. പക്ഷെ ഇപ്പം ഇതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ മെഡിറ്റേഷൻ അത് ചിലപ്പോൾ 45 മിനിറ്റ്സ് ഉണ്ടാവും, ചിലപ്പോൾ അത് 1 അവറിന്റെ മേലേക്കുള്ള മെഡിറ്റേഷൻസ്. അത് അത്രയും സമയം അതിൽ പിന്നെ ആ ഒരു അവയർനെസ്സിലൂടെ ആ കോൺഷ്യസ്നെസ് നിലനിർത്തിയിട്ട് ആ ഒരു ഗാമ ഇതിലൊക്കെ എത്താനും, അതുപോലെ തന്നെ നല്ല ഒരു ഇതാണ്. അത് ട്രാൻസ്ഫോർമേഷൻ എൻ്റെ ജീവിതത്തിൽ സംഭവിച്ചിട്ടുണ്ട്. കാരണം ഒരു 3 വർഷങ്ങൾക്ക് മുമ്പൊക്കെ എൻ്റെ ജീവിതം വളരെ ഒരു രീതിയിലായിരുന്നില്ല. പക്ഷെ ഇപ്പോൾ ബൈ താങ്ക്സ് ഗോഡ്സ് ഗ്രേസ്, അതുപോലെ തന്നെ ഇതുപോലുള്ള ഓരോ ഇപ്പോൾ ഡോക്ടർ സനിയുടെ അതുപോലെ തന്നെ ഒരുപാട് പേര് എന്നെ സഹായിക്കുന്നുണ്ട്. അങ്ങനെയുള്ള ഒരു സ്റ്റിക്ക് വിത്ത് വിന്നേഴ്സിന്റെ കൂടെയാണ് എന്നുള്ള രീതിയിലാണ് ഇപ്പോൾ മുന്നോട്ട് പോകുന്നത്. താങ്ക് യു ഡോക്ടർ സനിൽ. താങ്ക് യു സോ മച്ച്. താങ്ക് യു ദ ടീം. താങ്ക് യു സർ. താങ്ക് യു സോ മച്ച്. ജോർജ് സർ പറയൂ. സാറേ താങ്ക് യു സാർ. വളരെ സന്തോഷം. ഒത്തിരി റിച്ച് കണ്ടൻസ് വളരെ കുറഞ്ഞ സമയം കൊണ്ട് സാർ ഇതിനു മുമ്പും പലപ്പോഴും തന്നിട്ടുണ്ട്. സാർ ഔട്ടായോ? ഇല്ല, കിട്ടി. ഇതിനു മുമ്പും പലപ്പോഴും ഓരോ ക്ലാസ് കേൾക്കുമ്പോൾ ഇന്ന് മുതൽ ഞാൻ 100% എന്നും ഓർക്കും. കയറിയതുപോലെ തന്നെ അടുത്ത ദിവസം പോകും. ഈ പ്രലോഭനങ്ങളിലൊക്കെ പെട്ട് നമ്മൾ എത്ര ദുർബലനാണെന്ന് തിരിച്ചറിയുന്ന പിന്നെ ഒരു ക്ലാസ് കേൾക്കുമ്പോഴാണ്. എല്ലാം എത്ര സ്റ്റെപ്പുകൾ എടുത്തിട്ടുണ്ടോ അതൊക്കെ പിറകോട്ടടിക്കാൻ ഇട വന്നിട്ടുണ്ട്. പക്ഷെ എന്നിരുന്നാലും ഇന്ന് ആവർത്തിച്ച് ഒന്നുകൂടെ ഉറപ്പിക്കുകയായിരുന്നു. എന്തായാലും ഞാൻ കുറച്ചുകൂടെ മുന്നോട്ട് പോകും. അത്തരത്തിൽ വലിയൊരു ഇൻസൈറ്റ് തരുന്ന, ഒരു ഉൾക്കാഴ്ച തരുന്ന ഒത്തിരി ടിപ്സ് സാറിന് തന്നു. ഓരോന്നോരോന്നായിട്ട് പറയാൻ ആഗ്രഹിക്കുന്നില്ല, പക്ഷെ എന്നാലും പറയാതെ വയ്യ. ഒത്തിരി നന്ദിയും ഒത്തിരി അഭിനന്ദനവും പ്രത്യേകം അറിയിക്കുക. ഞാനും ശ്രമിക്കും സാർ. ഇപ്പൊ തൊട്ട് മുമ്പ് പറഞ്ഞതുപോലെയൊക്കെ എന്തെങ്കിലുമൊക്കെ ഞാൻ ഈ വേദി പറയും ഞാൻ അച്ചീവ് ചെയ്തെന്ന്. ഓക്കെ, താങ്ക് യു. ഗുഡ് നൈറ്റ്. താങ്ക് യു സർ. എല്ലാവർക്കും പറ്റുന്നത് തന്നെയാണ്. ഓൺലി തിങ് അതെവിടെയാണ് ഒരു പക്ഷേ പേഴ്സണൽ കോച്ച് അല്ലെങ്കിൽ ഒരു കമ്മ്യൂണിറ്റിയുടെ ഹെൽത്ത് റിലേറ്റഡ് ആയിട്ട് പ്രവർത്തിക്കുമ്പോൾ ഹെൽത്ത് കമ്മ്യൂണിറ്റി, സ്പോർട്സ് റിലേറ്റഡ് ആയിട്ട് പ്രവർത്തിക്കുമ്പോൾ സ്പോർട്സ് കമ്മ്യൂണിറ്റി, അല്ലെങ്കിൽ ഭക്ഷണമായിട്ട് നല്ല ഭക്ഷണം ഉണ്ടാക്കുന്ന കുക്കിംഗ് ക്ലബ്ബുകൾ, അങ്ങനെ നമുക്ക് ആരോഗ്യത്തിന് വേണ്ടിയിട്ടുള്ള മാറ്റങ്ങൾ എവിടുന്നാണോ ഏത് കമ്മ്യൂണിറ്റിയിലാണോ പോയി കഴിഞ്ഞാൽ കിട്ടുക, ഫാമിലി അല്ലെങ്കിൽ ഫ്രണ്ട്സ് അല്ലെങ്കിൽ നമ്മുടെ ഒരുമിച്ച് 10ാം ക്ലാസ് വരെ പഠിച്ചവരുടെ ഗ്രൂപ്പ് എന്നൊക്കെ പറഞ്ഞ ഒത്തിരി ഗ്രൂപ്പുകളുണ്ടല്ലോ. അതിന്റെ ഒപ്പം തന്നെ ഒരു ഹെൽത്ത് കമ്മ്യൂണിറ്റി കൂടെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് നമുക്ക് സപ്പോർട്ട് ചെയ്യുന്നതായിരിക്കും. നമ്മുടെ ഈ വേദി തന്നെ ഒത്തിരി ഗൈഡ് ലൈൻസ് തന്നിട്ടുണ്ടല്ലോ. ഈ വേദി തന്നെ സാറ് തന്നെ തന്നിരിക്കുന്നത് ധാരാളം. ഓക്കെ, താങ്ക് യു. ചന്ദ്രമതി ക്ലിയർ ആയില്ലേ? സാർ എയർഫോഴ്സിൽ എത്ര കൊല്ലം ഉണ്ടായിരുന്നു? 20 വർഷം. 20 വർഷം ഉണ്ടായിരുന്നു. അയ്യോ സാറെ കണ്ട വളരെ ചെറുപ്പാണല്ലോ, തോന്നില്ല. വളരെ ചെറുപ്പത്തിലേ പോയതുകൊണ്ട്. പിന്നെ മറ്റൊരു പ്രധാന കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ മാറാൻ ഇഷ്ടപ്പെടാതെ മാറ്റം നമ്മളിലേക്ക് എത്തുമ്പോൾ നമുക്ക് ഏജിങ് കൂടും, പ്രായം കൂടും. അത് സ്ട്രെസ്സിന്റെ ഫാക്ടർ മാത്രമല്ല, നമ്മൾ ഇഷ്ടപ്പെട്ടുകൊണ്ട് അല്ലെങ്കിൽ നമ്മൾ ഒരു മാറ്റത്തിന് ആക്സെപ്റ്റ് ചെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് പ്രായം കുറഞ്ഞിരിക്കും. ഒരുപക്ഷെ അതും ഉണ്ടാവും ഒരു ഫാക്ടർ. ഞാൻ വെറുതെ പറഞ്ഞതല്ല, പോയ സമയത്ത് വളരെ ബുദ്ധിമുട്ടായിരുന്നു ആ ഒരു ലൈഫുമായിട്ട് അഡാപ്റ്റ് ചെയ്യാൻ എന്നെ സംബന്ധിച്ച്. പക്ഷെ ഏതാണ്ട് ഒരു 6 മാസം 7 മാസം കഴിഞ്ഞപ്പോഴേക്ക് അത് ആക്സെപ്റ്റ് ചെയ്തിട്ട് പിന്നെ ആ ഒരു രീതിയിലേക്ക് അങ്ങ് മാറുമായിരുന്നു. ശരി,
അതങ്ങനെ പറ്റാത്ത പല ആൾക്കാരും ഒരുപക്ഷെ ഗൾഫിലോ അല്ലെങ്കിൽ മറ്റു പല സ്ഥലങ്ങളിലും പോകുന്നവരുണ്ടല്ലോ. അവർക്കൊക്കെ ആ ഒരു ബുദ്ധിമുട്ട് ഒരുപക്ഷെ കൂടുതൽ നേരിടേണ്ടി വന്നിട്ടുണ്ടാവാം. ഞാനും എക്സ്ട്രാ ഓർഡിനറി അല്ല, ആക്സെപ്റ്റ് ചെയ്യാനല്ലാതെ വേറെ സിറ്റുവേഷൻ അവിടെ ഇല്ലായിരുന്നു. എന്നെ സംബന്ധിച്ച് വേറൊരു ഓപ്ഷൻ ഇല്ലായിരുന്നു. ഓക്കെ. സർ, എന്റെ വീട്ടിലെ എന്റെ അച്ഛനും അച്ഛന്റെ 4 അനിയന്മാരും മിലിറ്ററിയിലായിരുന്നു. അച്ഛൻ EMB മിലിറ്ററിക്കാരൊരു കുടുംബമായിരുന്നു. ഓക്കെ. നമുക്ക് എന്നെ സംബന്ധിച്ച് ആരും ഉണ്ടായിരുന്നില്ല. ആരും ഒരു ഗൈഡൻസ് തരാനും ഒരുപക്ഷെ ഉണ്ടായിരുന്നില്ല. അല്ലെങ്കിൽ അവർ തന്ന ഗൈഡൻസ് കുറച്ചെങ്കിലും അവിടുന്ന് ഇവിടുന്നൊക്കെ കേട്ട കാര്യങ്ങളൊന്നും ശരിയായിരുന്നില്ല. അപ്പൊ പലപ്പോഴും ഇതൊക്കെയാണ് നമ്മുടെ ലൈഫിൽ ഉണ്ടാവുക. ചന്ദ്രമതി മാഡം, സ്നേഹലത മാഡം, പ്രത്യേകിച്ച് ഒന്നും. സാറേ, എനിക്കൊരു സംശയം സാറേ. നമ്മൾ ഒരു ദിവസത്തില് എത്ര ടൈമിൽ എത്ര ക്വാണ്ടിറ്റിയാണ് കഴിക്കേണ്ടത്? കുറച്ച് ഭക്ഷണം മതി എന്നല്ലേ പറയുന്നത്. അപ്പൊ എത്ര ക്വാണ്ടിറ്റി ഏകദേശം സാർ? ഇപ്പൊ എന്റെ എനിക്കിപ്പോ ഒരു 60 kg ഉണ്ട്. ഞാൻ 59-60 ആണ് എന്റെ വെയിറ്റ്. അപ്പൊ ഞാൻ ഒരു രാവിലെ ഭക്ഷണത്തിൽ എത്രയൊക്കെ കഴിക്കുക എന്നുള്ള ക്വാണ്ടിറ്റി എനിക്ക് അതിനെ പറ്റി ഒരു ധാരണ കിട്ടിയിട്ടില്ല. ഞാൻ കഴിക്കുകയാണെങ്കിൽ ഒരു പിട്ടും ഒരു ചെറിയ കപ്പ് കടലക്കറി, ഇത്രയാണ് ഞാൻ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ്. അല്ലെങ്കിൽ അതുപോലെയുള്ള വേറെ എന്താണെങ്കിലും അത്ര ഒരു പിട്ടിന്റെ അത്രേ ഉണ്ടാവും. ഇത്ര മതിയല്ലോ, അത് കൂടുതലാണ്. ഈ പുട്ട് കടല എന്നുള്ള രീതിയിലല്ല അതിനെ പറയാൻ പറ്റുന്നത്. ഒരുപക്ഷെ നമ്മുടെ ശരീരത്തില് നമ്മുടെ ആക്ടിവിറ്റിക്ക് അനുസരിച്ച് വേണ്ട കലോറി നമുക്ക് ഉണ്ടാവണം. അത്രയും നമ്മുടെ ഭക്ഷണത്തിൽ കൂടി എത്തണം. നമ്മുടെ ബോഡിക്ക് ബേസൽ മെറ്റബോളിക് അല്ലെങ്കിൽ നമ്മുടെ ശ്വാസം കഴിക്കുക അല്ലെങ്കിൽ ബ്ലഡ് സർക്കുലേഷൻ ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള പല ആക്ടിവിറ്റീസിനും ഏകദേശം 1200 മുതൽ 1800 കലോറി വരെയൊക്കെ യൂസ് ആവുന്നുണ്ട്. ഇത് കൂടാതെ നമ്മൾ ഫിസിക്കലി അറിഞ്ഞുകൊണ്ട് ചെയ്യുന്ന പല ആക്ടിവിറ്റീസും ഉണ്ട്. അപ്പൊ അതിനും ഏകദേശം 1000 കലോറിയൊക്കെ വേണ്ടി വരും. ഇതാണ് പൊതുവെ ഒരു മിഡിൽ ഏജ് ആയിട്ടുള്ള ആക്റ്റീവ് ആയിട്ടുള്ള ഒരാളുടെ ലൈഫിൽ വേണ്ട കലോറിയുടെ അളവ്. ഇപ്പൊ പറഞ്ഞ പുട്ട് അല്ലെങ്കിൽ കടല എന്നൊക്കെ പറയുന്നതിൽ പ്രോട്ടീൻ, കാർബോഹൈഡ്രേറ്റ് ഇങ്ങനെ തുടങ്ങിയിട്ട് ഫാറ്റ് ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള പല മാക്രോ ന്യൂട്രിയൻസ് ആണ് ഉള്ളത്. ഇതിലാണ് കലോറി കിട്ടുക. അപ്പൊ കാർബോഹൈഡ്രേറ്റിൽ നിന്ന് 4 കലോറി, അതുപോലെ തന്നെ 1 ഗ്രാം, അതുപോലെ പ്രോട്ടീൻ നിന്നാണെങ്കിൽ 4 കലോറി, അതുപോലെ തന്നെ 1 ഗ്രാം ഫാറ്റ് നിന്ന് 9 കലോറി, ഇങ്ങനെ തുടങ്ങിയിട്ട് നമ്മൾ അതിന് വേണമെങ്കിൽ സ്പ്ലിറ്റ് ചെയ്തെടുക്കാം. എന്നിട്ട് കൃത്യം ഇത്ര ഗ്രാം വെച്ചിട്ട് ഇത്ര കലോറിയാണ് ഞാൻ കഴിക്കേണ്ടതെന്ന് കണക്കാക്കാം. പക്ഷെ ഇങ്ങനെ പോകുന്നതിൽ ബെറ്റർ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാനിപ്പോ ഒരു 100 ഗ്രാം കടല കഴിക്കുമ്പോൾ, ഇത് വേവിച്ച് കഴിക്കുമ്പോൾ ഇത് നമ്മുടെ ശരീരത്തിൽ ദഹിക്കുന്നതിന്റെ അളവിൽ വ്യത്യാസം ഉണ്ടാവും. വേവിക്കാതെ കഴിക്കുമ്പോൾ ദഹിക്കുന്നതിന്റെ അളവിൽ വ്യത്യാസം ഉണ്ടാവും. അപ്പോൾ എങ്ങനെ വേവിക്കുന്നു എന്നുള്ളത് അതിൽ ഇമ്പോർട്ടന്റ് ആണ്. അതുപോലെ തന്നെ ഈ കടല എന്ന് പറയുന്നത് പൂർണ്ണമായിട്ടും പ്രോട്ടീൻ അല്ല, പൂർണ്ണമായിട്ടും കാർബോഹൈഡ്രേറ്റ് അല്ല, ഇതിനകത്ത് കൊഴുപ്പും ഉണ്ട് അല്ലെ. അപ്പൊ ഈ 100 ഗ്രാം കടലയിൽ കൃത്യമായിട്ടുള്ള കലോറി കണക്കാക്കുക എന്ന് പറയുന്നത് ഒരു പക്ഷേ ശരിയായ കാര്യമായിരിക്കില്ല. ഇത് തന്നെ ഏത് മണ്ണിൽ വളരുന്നു എന്നുള്ളതിനനുസരിച്ചിട്ട് അതിന്റെ കണ്ടന്റിൽ വ്യത്യാസം വരും. എങ്ങനെ കുക്ക് ചെയ്തു എന്നുള്ളതിനനുസരിച്ചിട്ട് അതിന്റെ ദഹനത്തിൽ വ്യത്യാസം വരും. അപ്പൊ ഇതൊക്കെ വെച്ചിട്ട് നമ്മൾ കൃത്യമായിട്ടുള്ള ഒരു കണക്കിലേക്ക് പോകാതിരിക്കുന്നതാണ് നമ്മുടെ ശരീരത്തിന് നല്ലത്. ഒന്ന്. രണ്ടാമത്തെ പോയിന്റ്, നമ്മൾ കഴിക്കുന്ന ഒരു ഭക്ഷണം പ്രത്യേകിച്ച് ബാലൻസ് ചെയ്യാൻ നോക്കുക. എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനകത്ത് പുട്ടും വേണം, കടലയും വേണം, അതുപോലെ തന്നെ ഫൈബറും വേണം, അതുപോലെ തന്നെ കുറെ കളേഴ്സ് ഉള്ള വെജിറ്റബിൾസും ഒക്കെ ഉണ്ടെങ്കിൽ അതൊരു ബാലൻസ് മീൽ പ്ലേറ്റിലേക്ക് എത്തും. എന്താ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്കൊരു ദിവസം രാവിലെ തന്നെ തുടങ്ങുമ്പോൾ പ്രോട്ടീൻ ആവശ്യമുണ്ട്, മൈക്രോ ന്യൂട്രിയൻസും വൈറ്റമിൻസും മിനറൽസും ആവശ്യമുണ്ട്, അതുപോലെ തന്നെ കൊഴുപ്പും, നല്ല കൊഴുപ്പും ആവശ്യമുണ്ട്. കാർബോഹൈഡ്രേറ്റ് ഞാൻ പറഞ്ഞില്ല, കാർബോഹൈഡ്രേറ്റിന് ആവശ്യമില്ല. ഇതൊക്കെ കഴിക്കുമ്പോൾ നമുക്ക് കാർബോഹൈഡ്രേറ്റ് അതിന്റെ കൂടെ തന്നെ കിട്ടുന്നുണ്ട്. ഓക്കെ. ഏറ്റവും നല്ല പ്രോട്ടീൻ സോഴ്സ് എന്ന് പറയുന്നത് ഒരുപക്ഷെ വെജിറ്റബിൾ ബീൻസിൽ സോയാബീൻ ആണ്. അതിൽ തന്നെ 40 to 43 ഗ്രാം മാത്രമേ 100 ഗ്രാമിൽ പ്രോട്ടീൻ ഉള്ളൂ. ബാക്കിയുള്ളത് കാർബോഹൈഡ്രേറ്റും ഫൈബറും ഒക്കെ ആയിട്ടാണ്.
അപ്പൊ നമ്മള് ഈ കടലയെടുത്തോ ചെറുപയറെടുത്തോ എന്താണെങ്കിലും അതിനകത്തും മറ്റ് കാർബോഹൈഡ്രേറ്റ് വെറൈറ്റി കിട്ടും എന്നുള്ളത് നമുക്കറിയാം. ഓക്കെ, ഇതിന്റെ ഒന്നിച്ച് നമ്മൾ കൃത്യമായിട്ടുള്ള ഒരു കണക്കിലേക്ക് പോകാതിരിക്കുന്നതാണ് നല്ലത്. ഇത്ര ഞാൻ കഴിക്കണം, ഒരു ബാലൻസ് മീൽ പ്ലേറ്റ്, ഒരു കളർഫുൾ മീൽ പ്ലേറ്റ് എടുക്കുന്നതായിരിക്കും നല്ലത്. ആൻഡ് കഴിച്ചു കഴിഞ്ഞാൽ സംതൃപ്തി ഉണ്ടാവണം. നമ്മൾ എന്തിനെങ്കിലും വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഒട്ടും ഇഷ്ടപ്പെടാത്ത ഭക്ഷണം കഴിക്കണം എന്നല്ല അർത്ഥം, അത് സംതൃപ്തിയോട് കൂടിയിട്ട് കഴിക്കാൻ പറ്റണം. അങ്ങനെ ആകുമ്പോൾ അത് നമ്മൾ പിന്നെയും പിന്നെയും കണ്ടിന്യൂ ചെയ്യാനും സാധ്യത കൂടും. ഓക്കെ, Okay, sir. Thank you, sir. അളവ് കൂടുതലാണ് ഭക്ഷണം കഴിക്കുന്നത്, ഇപ്പൊ ഈ ഒരു പ്രായത്തിൽ അളവ് കൂടുതലാണ് എന്ന് തോന്നുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അളവ് കുറച്ച് നോക്കുക. എന്നിട്ട് നേരത്തെ വിശക്കുന്നുണ്ടോ എന്നുള്ളത് മനസ്സിലാക്കാൻ പറ്റും. അതുപോലെ തന്നെ ഫൈബർ അല്ലെങ്കിൽ നല്ല പച്ചക്കറികൾ കുക്ക് ചെയ്തിട്ടോ ഹാഫ് കുക്ക് ചെയ്തിട്ടോ അല്ലെങ്കിൽ റോ ആയിട്ടോ പച്ചയായിട്ടോ പച്ചക്കറികൾ ആദ്യം കഴിക്കുമ്പോൾ തീർച്ചയായിട്ടും നമുക്ക് വിശപ്പ് കുറയും, സംതൃപ്തി കൂടുതലുണ്ടാവും, സാച്ചുറേഷൻ കൂടുമെന്ന് പറയും. ഇത് നമുക്ക് കൂടുതൽ സമയത്തേക്ക് വിശക്കാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സഹായം കൂടി ചെയ്യും. അപ്പൊ അങ്ങനെ ആവുമ്പോൾ നമുക്കത് കൂടുതൽ സമയമെടുത്ത് പതിയെ ദഹിപ്പിക്കാനുള്ള ഒരു രീതി നമ്മുടെ വയറിന് കിട്ടും. ഞാനല്ല Okay. സാറേ, ഞാൻ ഇതിനേക്കാളും തള്ളിയിട്ടായിരുന്നു. ഇപ്പൊ ഞാൻ കുറെ ഒരു 10 കൊല്ലമായി മെലിയാൻ തുടങ്ങിയിട്ട്. 58, 59 ഒക്കെ എന്റെ വെയിറ്റ്. ആ ഞാൻ അതിനെ ഒരു 60 ഒക്കെ ഉണ്ടായിരുന്നു എനിക്ക്. പക്ഷെങ്കിൽ ഞാൻ പക്ഷെ എനിക്ക് ഇപ്പൊ തോന്നുന്ന ഞാൻ കഴിക്കുന്ന കൂടുതലാണ്. എനിക്ക് അറിയില്ല എത്ര വേണം, എല്ലാവരും പറയും കുറച്ച് കഴിക്കണം എന്ന് ഡോക്ടേഴ്സ് ഒക്കെ പറയൂലേ എല്ലാവരോടും. അപ്പൊ ഞാനിങ്ങനെ വിചാരിച്ചു ഞാൻ കഴിക്കുന്ന കൂടുതലാണോ ഇല്ലയോ എന്ന് എനിക്കിങ്ങനെ കൺഫ്യൂഷൻ ആണ്. പക്ഷെ ഞാൻ കുറച്ചേ ഒരു പിട്ടൊക്കെ കഴിക്കുന്നത്. ഇഡ്ഡലിയാണെ 3 ഇഡ്ഡലി, ദോശയാണെ 3. അതിലെന്താണ് മാറ്റം കൊണ്ടുവരേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ സാധാരണഗതിയിൽ ഒരു പ്രായം, പ്രത്യേകിച്ച് മെനോപോസ് കഴിഞ്ഞാലോ അല്ലെങ്കിൽ ഒരു 50+, 55+ ആകുമ്പോഴേക്ക് നമ്മുടെ ശരീരത്തിൽ നിന്ന് മസിൽസിന്റെ അളവ് കുറയാൻ തുടങ്ങും. ഈ മസിൽസ് ബേൺ ചെയ്തിട്ട് ശരീരം എനർജിക്ക് വേണ്ടി യൂസ് ചെയ്യാണ് ചെയ്യുന്നത്. ഇനി അഥവാ ശരീരം യൂസ് ചെയ്യുന്നില്ലെങ്കിൽ പോലും അത് ഫാറ്റിലേക്ക് കൺവേർട്ട് ചെയ്യാൻ ശരീരത്തിന് കഴിവുണ്ട്. ബട്ട് മസിൽസ് അവിടെ കുറഞ്ഞു തുടങ്ങും, കാരണം മസിൽസ് ഉപയോഗിക്കുന്നതിന്റെ അളവ് കുറയും. ഈ പ്രായം കൂടുമ്പോൾ മസിൽസ് ഉപയോഗിക്കുന്നതിന്റെ അളവ് കുറയും. എന്താണോ ഉപയോഗിക്കാത്തത് ഓട്ടോമാറ്റിക്കലി അത് സ്ലോലി ഇല്ലാതാവും. അങ്ങനെയാണ് വെയിറ്റ് കുറയുന്നത്. പക്ഷെ അവിടെ വെയിറ്റ് കഴിഞ്ഞ കുറച്ച് കൊല്ലങ്ങളായിട്ട് വെയിറ്റ് കുറയുന്നുണ്ടെന്ന് പറഞ്ഞതിനാണ് ഞാനിപ്പോ സൂചിപ്പിച്ചത്. ഇതിന്റെ ഒന്നിച്ച് തന്നെ നമ്മൾ ആവശ്യമുള്ള പ്രോട്ടീൻ കണ്ടന്റ് കഴിക്കാത്തത് കൊണ്ടായിരിക്കും, അല്ലെങ്കിൽ പ്രധാനമായിട്ട് പ്രോട്ടീനും കാൽസ്യം ഇത് രണ്ടിന്റെയും അളവിലുള്ള വ്യത്യാസം കൊണ്ടായിരിക്കാം മസിൽസ് കുറയാൻ തുടങ്ങുന്നത്. സോ പ്രോട്ടീൻ ഫുഡിന്റെ അളവ് കൂട്ടാണ് പ്രധാനമായിട്ട് ചെയ്യേണ്ടത്. പ്രായം കൂടുന്നതിനനുസരിച്ച് ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. സാറേ പ്രോട്ടീൻ പൗഡർ കഴിക്കുന്നത് പ്രോട്ടീൻ പൗഡർ കഴിക്കുന്നത് നല്ലതാണ്, നല്ല പ്രോട്ടീൻ ആണെങ്കിൽ. സി, ക്വാണ്ടിറ്റിയെക്കാളും ക്വാളിറ്റിയാണ് എപ്പോഴും ഇമ്പോർട്ടന്റ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല ക്വാളിറ്റിയുള്ള ഭക്ഷണങ്ങൾ നമ്മൾ കഴിക്കുന്നതാണ് നല്ലത്. നല്ല എക്സസൈസ് ചെയ്യുമ്പോൾ തന്നെ നല്ല പോസ്ചർ മെയിൻറ്റെയിൻ ചെയ്തിട്ട് എക്സസൈസ് ചെയ്യുന്നതാണ് നല്ലത്, ക്വാണ്ടിറ്റി അല്ല. ക്വാളിറ്റി വൈസ് ആയിട്ട് നമ്മൾ അവിടെ മെയിൻറ്റെയിൻ ചെയ്യാൻ നോക്കണം. അത് കഴിഞ്ഞ കുറച്ച് വർഷം ഈ പ്രോട്ടീൻ പൗഡർ ഉണ്ടല്ലോ, പ്രോട്ടീൻ പൗഡർ എന്റെ മോനൊക്കെ വാങ്ങിച്ചിട്ടുണ്ട് അമേരിക്കന്നൊക്കെ വെച്ചിട്ട്, ഭയങ്കര കോസ്റ്റ്ലി ആയിട്ടില്ലേ. അപ്പൊ ഞാൻ അത് ശരിക്കും അത് കഴിക്കാം. അവന് ജിമ്മിനൊക്കെ പോകുന്നവരൊക്കെ കഴിക്കുന്നതാണ്. അപ്പൊ അത് എനിക്ക് കഴിക്കാവോ, ഞാനിങ്ങനെ ചോദിക്കാം. അതിന്റെ കണ്ടന്റ് എന്താണ് എന്നുള്ളതിനനുസരിച്ചിട്ടാണ് പൊതുവെ അത് നോക്കേണ്ടി വരിക. സാധാരണഗതിയിൽ ഞാൻ ഒരു പ്രോട്ടീൻ കൊടുക്കുന്നത് ഞാൻ സജസ്റ്റ് ചെയ്യാറുണ്ട്. ആ പ്രോട്ടീൻ പൊതുവെ പ്ലാന്റ് ബേസ് ആയിട്ടുള്ള പ്രോട്ടീൻ ആണ്. കാരണം പ്ലാന്റ് സോഴ്സ് എന്നുള്ള പ്രോട്ടീൻ പൊതുവെ ദോഷം തരില്ല. ദഹനം കുറവായിരിക്കും, സ്ലോ ആയിരിക്കും, അത് കൂടുതൽ സസ്റ്റൈനിങ് ആയിരിക്കും, നിലനിൽക്കുന്നതായിരിക്കും. ആ ഒരു രീതിയിലാണ് പൊതുവെ അതിനെ ഞാൻ ചെയ്യിക്കുന്നത്, പ്ലാന്റ് സോഴ്സ് എന്നുള്ള രീതിയിൽ തന്നെ എടുത്തിട്ട്.
നമ്മളെ കുറച്ച് അത് പ്ലാന്റ്സ് തന്നെ എടുത്തതാണ്. അപ്പൊ ഇതിലോ വാലിന്നൊക്കെ എടുത്ത ഭയങ്കര കോസ്റ്റ്ലി ആണ്. 7,500 അങ്ങനെ ഒരു ഒരു വലിയ ബോട്ടിൽ. അപ്പൊ ഞാൻ ഒരു സ്പൂണൊക്കെ കഴിച്ച ദോഷം ഉണ്ടാവും. ഒരു വീട്ടിൽ സ്പൂണൊക്കെ ഒരു സാധാരണഗതിയില് ഞാൻ പേഴ്സണലി കൺസൾട്ടേഷൻ വരുന്നവരടുത്ത് പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങളുടെ വീട്ടിൽ ഹെൽത്തി ആയിട്ടുള്ള ഒരു ഭക്ഷണം ഉണ്ടെന്ന് അറിയാമെങ്കിൽ അത് തീർച്ചയായിട്ടും കഴിക്കണം. അതിനെ ഒരുപാട് സംശയിക്കേണ്ടതില്ല. ഓക്കെ, കാരണം ഇതിനേക്കാൾ കൂടുതൽ എന്തായാലും മകൻ പഠിച്ചിട്ടുണ്ടാവുമല്ലോ ആ പ്രോട്ടീനെ പറ്റി വാങ്ങിക്കുന്നതിന് മുമ്പ്. അല്ലെങ്കിലും ഒരു നല്ല ഇന്റൻഷനോട് കൂടിയിട്ടാണ് അത് തരുന്നത്. When intention is right, it doesn't go wrong. ഓക്കെ, ഇതാണ് പോയിന്റ് നമ്പർ 1. പോയിന്റ് നമ്പർ 2 എന്ന് പറയുന്നത്, നമ്മൾ കഴിക്കുന്നതിന്റെ കോസ്റ്റ് ഫാക്ടർ മാത്രമല്ല, ഇൻഗ്രീഡിയന്റ് വൈസും പൊതുവെ ഞാൻ ശ്രദ്ധിക്കാറുണ്ട്. എന്താണ് അതിനകത്തുള്ള എസെൻഷ്യൽ അമിനോ ആസിഡ്സ്. മാഡം ഒരു കാര്യം ചെയ്യും, മാഡം എനിക്ക് നമ്പർ തരുമോ? ഞാൻ എന്തായാലും പിന്നീട് വിളിച്ച് സംസാരിക്കാം ഇതിനെ പറ്റിയിട്ട്. ഓക്കെ സർ. 944 944 66 66 4 4 3583 383. 3583. ഓക്കെ ഓക്കെ, റെഡി. ഓക്കെ, ഞാൻ വിളിക്കാം. മേ ബി അത് കുറച്ച് ഞാൻ അതാ പറഞ്ഞത്, പേഴ്സണലി കൺസൾട്ടേഷൻ അല്ലെങ്കിൽ ആ ഒരു രീതി വരുമ്പോഴാണ് കൂടുതൽ അതിന്റെ ഡെപ്തിലേക്ക് ഇറങ്ങിയിട്ട് സംസാരിക്കുന്നത്. കാരണം എല്ലാവർക്കും ഈ രീതിയിൽ തന്നെ ആവണം പറ്റണമെന്നില്ല. ഓക്കെ, ശരി. വേറെ ആർക്കെങ്കിലും എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഓക്കെ, ഇല്ലെങ്കിൽ അതിൻ്റെ പേര്. ക്ലോസ് ചെയ്യട്ടെ എന്നാൽ. ഐ തിങ്ക് സാബു സാർ ആണെന്ന് തോന്നുന്നു പോസ്റ്റ്. സാബു സാർ ഒന്ന് ക്ലോസ് ചെയ്തേക്കാവോ? എന്തായാലും സനൽ സാർ ആ, ഉല്ലാനന്ദൻ സാർ ഞാനൊന്ന് ലീവ് ചെയ്തോട്ടെ. ഞാൻ സാബു സാറിന്റെ അടുത്ത് പറയാം. ഓക്കെ 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 സർ. മൈൻഡപ്പ് ചെയ്തോളൂ സർ. ഇനിയിപ്പോ വേറെ ആരുമില്ല. ഗുഡ് നൈറ്റ് സർ. സാബു സാർ റോയ് സാർ ഓക്കെ, ബൈ, ഗുഡ് നൈറ്റ്. റോയ് സാർ ഉണ്ടാവും. റോയ് സാറിന് ക്ലോസ് ചെയ്യാൻ പറഞ്ഞാൽ. ഇല്ല ഇല്ല, പോയി. അപ്പൊ പിന്നെ സാറ് തന്നെ ക്ലോസ് ചെയ്തോളൂ. ആ, ഓരോരുത്തരായിട്ട് ഇറങ്ങിയാൽ മതിയല്ലോ. ആ, അല്ല എന്നാലും ക്ലോസ് ആവില്ലല്ലോ.